കർത്താവ് ആദ്യം ആദത്തെ സൃഷ്ടിച്ചു. ആദത്തിൽ നിന്ന് ഔവയെ. വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചതായിരുന്നു അവർ ചെയ്ത ആദ്യ പാപം. അതിന് പ്രേരിപ്പിച്ചതോ ഒരു സർപ്പം. അച്ചോ, ഒരു സംശയം അച്ചോ. വെരി ഗുഡ്, ചോദിക്കൂ. ഈ കർത്താവിന് എങ്ങനെ ആദത്തെ ഹൗവയെ സൃഷ്ടിക്കാൻ പറ്റും? അവരുണ്ടായി കുറെ കാലം കഴിഞ്ഞല്ലേ കർത്താവ് പുൽക്കൂട്ടി പിറന്ന് ക്രിസ്മസ് ഉണ്ടായത്. അപ്പൊ ശരിക്കും ആദത്തിന്റെ ഹൗവയുടെ മോനായിട്ട് വരില്ലേ ഈ കർത്താവ്? യേശു ക്ലാസ് കഴിഞ്ഞ് എന്നെ വന്നൊന്ന് കാണണം. ഇതിനുള്ള ഉത്തരം ഞാൻ പ്രത്യേകമായി പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് ഈ ആദത്തിന്റെയും ഔവയുടെയും മക്കളാണ് ലോകത്തിലെ എല്ലാ മനുഷ്യജാലങ്ങളും. അതുകൊണ്ട് ലോകത്തിലെ എല്ലാ സ്ത്രീകളെയും സ്വന്തം സഹോദരിമാരായി കണ്ട് ബഹുമാനിക്കാൻ പഠിക്കണം. അല്ലച്ചോ, അതെ, നമ്മളെല്ലാരും സഹോദരിമാരായിട്ട് കണ്ടു കഴിഞ്ഞാല് പിന്നെ കൂടുതൽ സഹോദരിമാർ ഈ ലോകത്തിൽ എങ്ങനെ ഉണ്ടാവച്ചോ? യേശു, നീ പള്ളിയിൽ പോയി കുറച്ചു നേരം പ്രാർത്ഥിക്ക്. ഞാൻ ഈ കുട്ടികൾക്ക് കുറച്ചു നേരം സുവിശേഷം പറഞ്ഞു കൊടുക്കട്ടെ. സത്യത്തിൽ ഈ ചോദ്യങ്ങളോടുള്ള അസഹിഷ്ണുതയല്ലോ വെച്ചോ ഈ നാടിന്റെ ഏറ്റവും വലിയ ശാപം. കൃഷ്ണ, ഗുരുവായൂരപ്പ, മുട്ടുവേദന എടുക്കുന്ന കൃഷ്ണ, ഈ മുട്ടുമെന്ന് പ്രാർത്ഥിക്കേണ്ട വല്ല കാര്യമുണ്ട്? പോവാടാ. വേണ്ടല്ലേ? നീ വാ, പുറത്ത് നല്ലൊരു ചെറുക്കുണ്ട്. അയ്യോ, കർത്താവിനില്ല. അവൻ്റെ ഒരു കോൺക്യുപ്പൻസ്. നീ ഫോണിൽ ഡിക്ഷണറി എടുത്തേ. അങ്ങനെ വാക്കുണ്ടെന്ന് എനിക്ക് പറയും. അവാർഡ് സിനിമയുടെ ബാൽക്കണി പോലെ ഈ പള്ളിമുറ്റം എന്താ ഇങ്ങനെ? എവിടെയാ തങ്കക്കൂടം? എവിടെ? സോറി, നോക്കി നടക്കടാ. ഈ ഡാഗിനിയാണ് നീ പറഞ്ഞ ചരക്ക്? ഇല്ലടാ, ഇവിടെ ഉണ്ടായിരുന്നു. തങ്കക്കൂടല്ല, അസ്ഥികൂടാണ്. നമ്മുടെ റിസോർട്ട് ഫുൾ സ്വിംഗിലായ പിന്നെ ദാഗിനിയുടെ ഹോം സ്റ്റേയിൽ ഒരു ഈച്ച പോലും കയറുന്നില്ല. അതിന്റെ ഒരു കലിപ്പ് അവർക്കുണ്ട്. എന്നാ നന്നായിട്ട് പോയിട്ട് പ്രാർത്ഥിക്കട്ടെ അമ്മച്ചി. യു ആർ ടെറിബിളി മിസ്റ്റേക്കൻ. മേരി ചേച്ചിയുടെ അവിടെ ഇപ്പോഴും തിരക്ക് കൂടിയിട്ടേ ഉള്ളൂ. അവിടെ ഒരു ദിവസം താമസിച്ചാൽ പിന്നെയും വരാൻ തോന്നുന്നു. അതാണ് മേരി ചേച്ചിയുടെ കൈപ്പുണ്യം. എടാ യേശു, നമ്മൾ നമ്മുടെ മെനു ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. കസ്റ്റമേഴ്സിന് കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡൊക്കെ കൊടുക്കണം. ഫോർ എക്സാമ്പിൾ, ഒരു ഇന്ത്യൻ അമേരിക്കൻ ഫുഡ് ഫ്യൂഷൻ എങ്ങനെയുണ്ട്? അതെ, നീ ഗസ്റ്റ് മാനേജ്മെന്റ് നോക്കിയാൽ മതി. ഫുഡ് ആൻഡ് ബിവറേജ് എന്റെ ഡിപ്പാർട്ട്മെന്റ്. അതിൽ കയറി ഇടപെടാൻ നിൽക്കണ്ട. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? അച്ഛനോട് ചോദിച്ചിട്ട് ഉത്തരം കിട്ടില്ല. നിങ്ങൾ ഇത്തിരി പഠിപ്പും വിവരമൊക്കെ ഉള്ളവരായതുകൊണ്ട് അറിയാൻ പറ്റുമല്ല. നീ ചോദിക്കുക യേശു, പകരുന്തോറും വളരുന്ന സാധനമാണ് ഈ നോളജ്. അതെ, സിമ്പിൾ ക്വസ്റ്റ്യനേ ഉള്ളൂ. അതായത് നിങ്ങളുടെ മിക്ക ദൈവങ്ങളും ക്ലീൻ ഷേവ് ആണല്ലോ. അന്നത്തെ കാലത്ത് അവരെങ്ങനെ ഷേവ് ചെയ്തു? നീ അതും പോട്ടെ, ഈ ദൈവം കാലത്ത് എൻ്റെ ഒരു ഷേവ് ചെയ്യണ കാര്യം ഒന്ന് സങ്കല്പിച്ചു നോക്കി. ശരിയാവണ്ട? ഈ 6 കൈയുള്ള ദേവിക്ക് ബ്ലൗസ് അടിക്കണ ആരാ? നീ ഇവിടെ വർഗീയല ഉണ്ടാക്കാൻ നടക്കണോ യേശു? ഇതാ കുഴപ്പം. ഒരു സംശയം ചോദിക്കാൻ പറ്റില്ല. അപ്പൊ സമുദായം പോയി, കലാപം പോയി. ഗുഡ് മോർണിംഗ് ഗൈസ്. ഗുഡ് മോർണിംഗ് ഫാദർ. ഇതാണ് എനിക്ക് മനസ്സിലാത്ത മറ്റൊരു കാര്യം. ഈശോ മിശിഹായ്ക്കുള്ള സ്തുതി അകത്തിന്ന് ഈശോനോട് പറഞ്ഞാ പോരെ, എന്തിനാ അച്ഛനോട് പറഞ്ഞത്? വൈ സച്ച് സില്ലി കസ്റ്റംസ്? എന്നാ ഞങ്ങൾ ഇറങ്ങട്ടോ. ഓൾ ദി ബെസ്റ്റ്. പാവച്ചൻ. നിന്റെ എല്ലാ സംശയങ്ങൾക്കും ഞാനൊന്ന് ഉത്തരം തരുന്നുണ്ട്. അകത്തേക്ക് വാ. പഴയ വീഞ്ഞൂലിരിപ്പുണ്ടാച്ചോ? എല്ലാം കറക്റ്റാണ്, നോക്കണ്ട ആവശ്യമില്ല. എന്താടാ നിന്റെ മുഖത്തൊരു വിഷമം? വിഷമോ? എവിടെ? ഇപ്പൊ പോയ ഒരാഴ്ചത്തെ ഫുഡ് പർച്ചേസിന് 12,500 രൂപയോ? എന്താടാ അത്? വെജിറ്റബിൾസിനൊക്കെ എന്താ വില? അതിന് ഉള്ളിക്ക് 800 രൂപയോ? ഉള്ളിക്ക് എന്താ വിലയെന്നറിയോ? ഉള്ളിക്ക് കിലോ 16 രൂപയല്ലോ സാറേ. നമ്മുടെ 16. ആ ഉള്ളി അല്ലേ ഈ ഉള്ളി? സാറേ, അവര് കളിക്കുന്ന സ്റ്റെപ്പ് കണ്ട? ഫ്രീ ആവുമ്പോ ഞാനും ഈ തൂമ്പ പഠിച്ചാലെന്ന് ആലോചിക്കുക. ഫ്രീ ആകുമ്പോഴോ? ക്ലാസ് എടുക്കുന്ന സമയത്ത് ഈ പരിസരത്ത് വന്നു പോലെ ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇനിയും വലിയ ഫുഡ് പർച്ചേസ് ഒക്കെ ഞാൻ തന്നെ പോയി ചെയ്തോളാം. ചെയ്തോ? എനിക്ക് അത്ര പണി പറഞ്ഞിട്ട് അത്രേ ഉള്ളൂ. നീ ബ്ലൂടൂത്തിൽ കളിക്കണ പോലെ എന്നോട് കളിക്കാൻ നിൽക്കണേ. ഓ, അവന്റെ സൂമ്പ ശരിയാക്കി തരാം.
നീ എന്ത് പരിപാടി കാണിക്കുന്നത്? ഇവിടെ ക്ലാസ് നടക്കുന്നത് കാണല്ലേ? പിന്നെ എനിക്ക് വിളിക്കണ്ടേ? How are you all? Hi. I just thought I will have a dip. That's cool. Okay, let's take a break. ഇത് നിമ്മിക്ക് മധുരം കുറച്ചത്. ഗ്രേപ്പ് ജ്യൂസ് സുഹാസിനിക്ക്. Suhanisa. ഇവനല്ലേ കോഴി വാങ്ങണമെന്നും പറഞ്ഞു പോയത്? Suha. Nisa. Okay? Suhanisa. സുഹാസുന. Suha. Nisa. മഹാസുനല്ലടാ, മഹാസുന. പ്രൊനൗൺസിയേഷനിലൊക്കെ എന്തുണ്ട് കുട്ടി? സുഹാനിസ ആണെങ്കിലും പതിനിസ ആണെങ്കിലും സുഹാസിനിയുടെ നല്ല കട്ടുണ്ട് കേട്ടോ. Oh, thank you. അല്ലേടാ? എവിടം കൊണ്ട്? അല്ലെ അല്ലെ ചരിഞ്ഞിക്കുമ്പോഴേ പതപ്പിക്കടാ, പതപ്പിക്ക. ഉണ്ട്. Ha, hey. What rubbish, man. How can you compare apples with oranges? ഓ അങ്കരേശി ബാബു എത്തിയുണ്ടല്ലോ. പുള്ളിക്ക് എന്താ മലയാളം അറിയില്ലേ? അവനിതൊരു എഞ്ചിനീയറിംഗ് പാസ്സായിട്ടില്ലല്ലോ. അതിന്റെ കോംപ്ലക്സാ. Hello? Pass ആവാത്തല്ല. I quit. Bloody education systems in India. I quit. ഇവന്മാരെ പോലെ പഠിച്ചിരുന്നെങ്കിൽ I would have ruined my career. എന്നിട്ട് പാസ്സാവാതെ സാർ ഇവിടെ എന്ത് മഹാകാര്യാണോ ചെയ്തത്? ഡെന്നി നിങ്ങളുടെ ക്ലാസ്മേറ്റ് ആണെന്ന് കണ്ടാ പറയില്ല കേട്ടോ. അവന് ഇജോറാട്ടോ. മാഡത്തിന്റെ കൂടെ കോളേജിൽ പഠിച്ചവരൊക്കെ ഇപ്പം ഇതുപോലെ വയറുന്തി വിഗും വെച്ച് മുഖത്ത് പുട്ടിയിട്ട് അതിന് ചേരാത്ത വേഷവും കെട്ടി നടക്കുന്നവരൊന്നും അല്ലല്ലോ. Just remember one thing. Everybody may be same before law, but everybody may not be same before biology. Okay? നിന്നല്ല. Don't you want Linda Goodman's star sign, Suhana sir? Of course. You have it? Oh, you say it, I have it. Come. Bye, I'll be back. സൂക്ഷിക്കണേ, അവൻ അക്രമകാരിയാ. Hey. Hey, actually we share the same star sign. Are you a Scorpio? ആവശ്യ സമയത്ത് ഒരു മടൽ പോലും വീഴില്ല. എന്റെ പുതിയ മ്യൂസിക് വീഡിയോ കണ്ടായിരുന്നു. പിന്നെ ഭയങ്കര വെറുപ്പിക്കില്ല. I mean, I've seen it 1,000 times and let me tell you, you look gorgeous. Thanks. Condoro. Spanish fly. World's second best aphrodisiac. എന്തോന്ന്? സാമ്പിൾ കുപ്പിയല്ലേ? പുല്ല് ആഫ്രോഡീസിയാക്. എടാ കാമമുണർത്തുന്ന മരുന്ന്. അങ്ങനെ ഒരു മരുന്നുണ്ടോ? ശരിക്കും? നീ വേണേ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്ക്. റൈനോസ് ഹോൺ സംഘടിപ്പിക്കാൻ കുറെ നോക്കിയതാ. അതാ നമ്പർ 1. ഇതവന്റെ അനിയൻ. ഇതായാലും മതി. എന്തിന്? സുഹാനിസ. അവളെന്റെ സ്റ്റുഡന്റാ. ഒരു മറ്റേ പരിപാടി ഇവിടെ നടക്കില്ല കേട്ടല്ലോ. ഒന്നിപ്പോ PhD ഒന്നല്ല നീ അവളെ പഠിപ്പിക്കില്ല. ഇതല്ലേ? എന്റെ സൂമയെ കുറിച്ച് ഒരു അക്ഷരം പിന്നെ സുംബ നിന്റെ കാമുകിയല്ലേ പോയായിരുന്നു. പക്ഷെ നിനക്കെന്തരത്? നാളെ ഇവന്റെ സൂംബ ക്ലാസ് കഴിഞ്ഞു. ഞാൻ അവളെ ഒരു ഡേറ്റിന് ക്ഷണിച്ചിട്ടുണ്ട്. എവിടെ വെച്ച്? വേറെ എവിടെ വെച്ച്? ഇവിടെ വെച്ച് തന്നെ. അയ്യടാ, അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഇമാതിരി ഒരു പരിപാടി ഇവിടെ നടക്കില്ല. കറക്റ്റ് പള്ളിമണി. അതിന് ഞാൻ അവളെ കൊണ്ട് പള്ളിയിൽ പോകണം. ദേ നോക്കി 6 മാസം അവളുടെ പിന്നാലെ നടന്നിട്ടാ അവളൊന്ന് സമ്മതിച്ചത്. ഇതിനെങ്ങാണ് പാര വെക്കാൻ നോക്കിയുണ്ടല്ലോ. എടാ, നീ അവളുടെ സ്കിന്ന് ശ്രദ്ധിച്ചിട്ടില്ലേ? അവൾക്ക് വരട്ടച്ചൊറി ഉണ്ടോന്ന് എനിക്കൊരു സംശയം. തന്നെ ശരിക്കും വരട്ടച്ചൊറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സഹിച്ചു കേട്ടാ. അതിനെ കുറിച്ച് തന്നെയാ പറയുന്നത്. ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. വേണ്ട, നീ അവളൊരു സിസ്റ്ററായി കണ്ടോ. ഓടാ, നമ്മുടെ ഏത് കാര്യം മെജോറിറ്റി ഡിസിഷൻ ആണല്ലോ. ഒരു സുഹൃത്തിന്റെ ലൈഫിൽ സന്തോഷം വരുന്നു, നമ്മൾ സന്തോഷിക്കില്ലടാ വേണ്ടത്. അവള് സമ്മതിച്ചിട്ടില്ലേ, പിന്നെന്താ? നിനക്ക് സമ്മതമല്ലടാ പ്രിയ. പോടാ പട്ടി. നിനക്കറിയോ എനിക്ക് അവൾ എന്ത് ഇഷ്ടാണെന്ന്? ദേ അടുത്തത്. അവളോട് ഇത് പറയാൻ പലവട്ടം ശ്രമിച്ചതാ. എന്നിട്ട് എന്ത്? നിന്റെ നാവ് പൊന്തിയില്ല? പൊന്താത്തോണ്ടല്ല, പിന്നെ ചില പ്രാക്ടിക്കൽ പ്രോബ്ലംസ്. എന്ത്? അല്ല, ഞങ്ങളുടെ ജാതിക്ക് വരെയാണല്ലോ. ആണല്ലോ. അപ്പൊ നീ അത് പൊന്തിക്കാൻ നിക്കണ്ട. അത്ര നിങ്ങൾക്ക് എന്താടാ കണ്ണില്ലേ? രണ്ടുപേരും ഓടി നടന്ന് ട്രയാങ്കിൾ ലവ് സ്റ്റോറി കളിക്കാൻ. ഇതിന് മാത്രം എന്താണ് അവൾക്കുള്ളത്? നിന്റെ കണ്ണല്ല എന്റെ കണ്ണ്. നിന്റെ കാമം നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് അവളെ നോക്കരുത് നീ പ്ലീസ്. നാളെ നീ എന്റെ ഡിസക്ക് സ്പാനിഷിലെ ഇളക്കി കൊടുക്കാൻ പോകണല്ലേ? നാളെ അവൾക്ക് ഏതോ കൂതറ ആഡിന്റെ ഷൂട്ടുണ്ട്. അതുകൊണ്ട് ആ പാവത്തിന് ക്ലാസ്സിൽ വരാൻ പറ്റില്ല. സോ മറ്റന്നാ. നാളെ അവൾക്ക് ക്ലാസ്സിൽ വരാൻ പറ്റില്ല എന്നുള്ള എന്നോട് പറഞ്ഞില്ലല്ലോ. നിന്നോട് എന്തിനാ പറയുന്നത്? എന്നോട് പറഞ്ഞാ പോരെ. സോ മറ്റന്നാൾ എല്ലാം ഭംഗിയാവാൻ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന? നിനക്ക് ദൈവകോപം കിട്ടൂടാ. ഓടാവൂ. ഈ ഒരു കാര്യത്തിൽ കർത്താവിനെ വരെ വെല്ലുവിളിക്കാൻ ഞാൻ റെഡിയാ. എടാ ഇതിന് ഞാൻ കൊല്ലട്ടെ. ഇനി ഇതൊക്കെ ആർക്കു വേണ്ടിയോ? സുനാമി അടിച്ചപ്പോ ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടായില്ലേ യേശു? പിന്നെ അതിലല്ലേ ഇവിടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ വീടൊക്കെ ഒലിച്ചു പോയത്. അങ്ങനെയല്ലേ ഈ സ്ഥലം ഞങ്ങൾ തോമസ് സാറിന്റെ റിസോർട്ട് പണിയാൻ വേണ്ടി വിറ്റത്. തീരെ അടിച്ച പിന്നെ ഇവിടെ ഒരു പൊടി പോലും ബാക്കി ഉണ്ടാവില്ല. അങ്ങനെ എങ്ങനെ സംഭവിച്ചോണ്ടല്ലോ ഞങ്ങളുടെ ജീവിതം ഒരു ക്വസ്റ്റ്യൻ മാർക്കായി പോകും.
നീ എന്തിനാ പാതിരാത്രി ഇവിടെ ഫോൺ ചെയ്തേ? ആര് ഫോൺ ചെയ്തു? ഒരുമാതിരിയുടെ ഉരുളല്ലേ? അത് പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയാണ് വിളിച്ചത്. പാതിരാത്രിക്ക് ഇവിടെ വിളിച്ചു പറയാൻ മാത്രം എന്ത് കാര്യമായിട്ട് ഇവിടെ ഉള്ളേ? എന്റെ പേഴ്സണൽ കാര്യങ്ങളുടെ ഇടപെടുന്ന ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. നീ അവിടത്തേക്കായിരുന്നു നിനക്ക് കൊള്ളാം. സീൻ കാണാനും സമ്മതിക്കില്ല, ഫോൺ ചെയ്യാനും സമ്മതിക്കില്ല. എന്താണത്? നീ പോയിക്കോ, ഇത് ഞാൻ ശരിയായിക്കോളാം. എന്റെ ചാരിത്രം സാറിന്റെ കയ്യില, എന്നെ രക്ഷിക്കണം. നീ പോയിക്കോ. ഇവനിങ്ങനെ വിട്ടാ പറ്റില്ലടാ. അവനെ പിണക്കുന്ന അത്ര ബുദ്ധിയല്ല. നമ്മുടെ റെഗുലർ കസ്റ്റമേഴ്സ് ഒക്കെ അവന്റെ കയ്യില. അവനൊരു പണി കൊടുത്താ പോരെ? എങ്ങനെ? വഴിയുണ്ട്. ഇതൊക്കെ കുറെ കണ്ടാണ് കാണാത്ത. അവന്റെ എല്ലാ സംശയവും ഇതോടെ തീരണം. വിളി. ഈ പെണ്ണുങ്ങൾക്ക് വീട് എവിടെ നിന്നാവും? അവിടെ പോയി ജോലിക്കുന്ന മതിയായിരുന്നു. സിം മാറ്റില്ല. വിളിക്ക്. ഹലോ ഹലോ, ഇത് യേശുദാസ് ചെറിയാണോ? അതെല്ലോ, ആരായിട്ട് വരും? അവിടെ അച്ഛനായിട്ട് വരും. ഞാൻ യേശുവേട്ടനൊരു ഫാനാണ്. എന്താ? സുഖാണോ യേശുവേട്ടാ? അങ്ങനെ വലിയ സൂക്കറൊന്നുമില്ല. എന്നെ എങ്ങനെ പരിചയം? ഞാൻ എല്ലാ ദിവസവും യേശുവേട്ടനെ കാണാറുണ്ടല്ലോ. ഷിബു മജീദിന്റെ ജുംബ ക്ലാസ്സിൽ ഞാൻ ദിവസം വരാറുണ്ട്. സൂമ്പയോ? നിന്നോട് ആരേശു ഈ സൂമ്പയെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു? അല്ല, നാളെ തൂമ്പ കൊണ്ടുവരുന്നതിനെ പറ്റി പറഞ്ഞതാ. ഓ ആയിക്കോട്ടെ. ഞാൻ താഴേക്ക്. ഇവനൊന്നും ഉറക്കൂല്ലേ? കുട്ടിയെ ഇഷ്ടപ്പെട്ടതിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല. എനിക്കിത് പുതിയ കാര്യമൊന്നുമല്ലല്ലോ. പക്ഷെ എന്തിനു വിളിച്ചു കളി? എനിക്ക് പേടി യേശുവേട്ടാ. ഷിബു സാർ അറിഞ്ഞ എന്നെ ബലാത്സംഗം ചെയ്ത് കൊല്ലും. എന്തിന്? ഞാനിവിടുന്ന് മുള്ളാൻ പറഞ്ഞ മുള്ളും. അത്രയല്ലേ ഷിബു? പിന്നെ ബാക്കിയുള്ള 2 ശവങ്ങള് എന്റെ നിഴല് വെട്ടം കണ്ട അവിടെ തൂറും. കുട്ടി ധൈര്യമായിട്ട് പറഞ്ഞോളൂ. എന്താ പേര്? ഞാൻ എന്റെ പേരിന്റെ ഫസ്റ്റ് ലെറ്റർ പറയാം. ക്യാച്ച് മീ ഇഫ് യു ക്യാൻ. ഫസ്റ്റ് ലെറ്റർ ഏയോ? കൊള്ളാലോ. എന്ന് പറഞ്ഞാല് എനിക്ക് ഭയങ്കര ഇഷ്ടാ. ഇപ്പൊ എന്ത് ഡ്രസ് ഇട്ടേക്കണേ? അയ്യോ, ഡാഡി വന്ന് നോക്കിയിരുന്നു. ഞാൻ പിന്നെ വിളിക്കാം കണ്ണാ. ഞാൻ വെക്കട്ടെ കറുത്ത മുത്തേ. വെച്ചിട്ട് പോയാ? എവിടെ? പിന്നെയും കണ്ടിയാണല്ലോ. ഇവനെ നേരെയാക്കിയിട്ട് ഇനി എന്റെ തൊണ്ട വിശ്രമിക്കൂ. കോട് അളിയാ കൈ. അളിയ, നിനക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമാണോ? അതേന്ന് പറ. എടാ, ഫ്രണ്ട്ഷിപ്പിനെ കാണും വലുതാണ് എനിക്ക് വല്ലത്. നീ ഒരു നോ പറഞ്ഞാൽ ഇപ്പൊ തന്നെ സ്പാനിഷ് ഫ്ലൈ എടുത്ത് ഞാൻ കടലെറി. ഇവനാണ് എന്നാ നോ. പിന്നെ അങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. പിടിക്കടാ അവനെ. എന്റെ പിണക്ക് ഇന്ന് തന്നെ കൊല്ലല്ലോ, കൊല്ലല്ലോ. ഹലോ. അയ്യോ, 17. ഹായ് അനുജ. പിന്നെ ഇന്നലെ വരെ അനുജയെ ഞാനൊരു അനുജത്തിയായിട്ട് തന്നെയാണ് കണ്ടിരുന്നത്. ഇനി അത് പറ്റില്ലല്ലോ. എന്താ? ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങളൊന്നും നോക്കണ്ട കുട്ടി. ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ഈ നെഞ്ചിനകത്ത്. എന്റെ കൂടെ വരില്ലേ? എന്റെ ഭാര്യയായിട്ട്, എന്റെ കുട്ടികളുടെ അമ്മയായിട്ട്, അമ്മായി അമ്മയായിട്ട്, അമ്മൂമ്മയായിട്ട്. അല്ലെങ്കിൽ അവളുടെ പല്ലത്തിൽ ഉന്തിയിട്ട. സ്മൈൽ പ്ലീസ്. ഡെന്നി അത്ര ചിരിക്കണ്ട. ഡെന്നി ഒരു കാര്യം ചെയ്യ്. ഇനി ഞങ്ങളുടെ 3 പേരുടെ ഒരു ഫോട്ടോ. അയ്യോ, ഞാൻ അതിലൊരു മിസ് മാച്ച് ആവാം. വേണ്ട. അതെ, എങ്ങനെ? അല്ല, എനിക്ക് നിങ്ങളുടെ അത്ര ഗ്ലാമർ Oh, so sweet. Come, let's take a selfie. Come. വേണ്ട. Just അയ്യോ, വേണ്ട come. വേണ്ട അപ്പൊ വേണ്ടേ? വേണം വേണം വേണം. ഗ്ലാമറിൽ അവൻ തന്നെ സംഭവിച്ചല്ലേ, പിന്നെ എന്തിനാ? നന്നായിട്ട് ചിരിക്കണേ. ഞാൻ മാക്സിമം ട്രൈ ചെയ്യും. അയ്യോ, ഞാൻ ചിരിച്ച അത്ര ശരിയായില്ല. അപ്പൊ let's take one more. ഓക്കെ, ഞാനിങ്ങനെ കൈ ഇട്ടോട്ടെ. Okay. Nice. എന്താ അറിയില്ല, തോളിൽ കൈ ഇട്ടാലേ ശരിക്കും ചിരിക്കാൻ പറ്റും. Thanks, Mr. Priyalan. സന്തോഷമായി നിശക്കുട്ടി. അയ്യോ അമ്മേ, ടച്ചിങ്സ് മോനെ. അന്നും ഇന്നും പെണ്ണുങ്ങളുടെ അടുത്ത് വർക്കൗട്ട് ആവണ ഒറ്റ സാധനമുള്ളൂ. മാറ.
സുഹാനിസ് ഇന്നലെ പറഞ്ഞ ബുക്കിനായിരുന്നു നമുക്ക് ഡിസ്കസ് ചെയ്യണ്ടേ? Oh yeah, Linda Goodman. യാ By the way, നിങ്ങൾക്ക് സ്റ്റാർ സയൻസിലെ ഇൻട്രസ്റ്റ് ഉണ്ടോ? അത് hey they think it's a farce, you know. Oh, Come, let's go. yeah. വൃത്തിയായിട്ടാ. Bye. നിങ്ങളപ്പോ ശ്രമിക്കൂല്ലേ? അപ്പൊ വന്നിട്ട് കാണാം. 6 മാസത്തെ എൻ്റെ മോഹം, ധ്യാനം, മനസ്സിൽ പറയാതെ സൂക്ഷിച്ചു വെച്ച പ്രേമം, അതാടാ നടന്നു പോകുന്നത്. ഇത് വടക്കം വീരഗാഥയിലെ ഡയലോഗാടാ. അല്ല, ചന്ദ്രോത്സവം. വടക്കം വീരഗാഥയിലെ ഡയലോഗാ. എന്ത് പുല്ലെങ്കിലാവട്ടെ, അവള് പോയല്ലോ. വാതിന് പറഞ്ഞു. അവന് നല്ലത് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലടാ. ആ, പെട്ടെന്ന് വരട്ടെ. Wow. Here we go. Huh? Yes, I'm sorry. Yeah. Cheers. Cheers. You know, there's a history behind saying cheers. You should never ruin it by diluting it. Try it. Nice, no? Yeah, very nice. Are you okay? Yeah, I'm okay. Suhanisa, you're very special. Danny married ആണല്ലേ? ആര് പറഞ്ഞു? I googled you. I will Google you too. Answer me. മാരീഡ് ആയിരുന്നു, ഇപ്പൊ ഡിവേഴ്സായി. എന്ത് പറ്റി? യു നോ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ്, ഇംഗ്ലീഷ് ആൻഡ് ഓൾ ഓ. ദാറ്റ്. തിരിഞ്ഞു നോക്കുമ്പം എന്താ? അയ്യോ അങ്ങോട്ടല്ല, ഐ മീൻ എന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഓ അങ്ങനെ. ഓക്കെ. അതിനെ മാരേജ് എന്നൊന്നും വിളിക്കാൻ പറ്റില്ല. ഞാനൊരു സീക്രട്ട് പറയട്ടെ. എന്ത് വേണേലും പറഞ്ഞോളൂ, എന്നെ എന്ത് വേണേലും ചെയ്തോളൂ. എന്താ ദൈവമേ. അതെ, ഞാനൊരു ഫോട്ടോ എടുത്തോട്ടെ? Yeah, of course. You want me to pose? Yeah. ഇനിയും? Ah. Okay. Oh. Say cheese. Wait. Any problem? Lens. Now come. Uh-huh. How's this? Okay. Is that a problem? Yeah. Come, let's take a selfie now. വാ. വേണ്ട, സെൽഫി വേണ്ട. What? ഞാനിപ്പോ വരാം. അവള് പോയോടാ. നമ്മുടെ നായര് അവള് പ്രേതമാടാ, മനുഷ്യനല്ല പ്രേതം. അവളെ നീ പീഡിപ്പിച്ചു കൊന്നാ. അവള് പ്രേതമാടാ, പ്രേതം. വന്ന് നോക്ക്. അയ്യോ എടുക്കടാ. കണ്ടാ, അവക്ക് തലയില്ല. നിനക്കെന്താ പ്രാന്തായോ? ഇവളല്ലേ പതിഞ്ഞിരിക്കുന്നത്? എടാ സത്യമായിട്ട് ഞാൻ എടുത്തപ്പോ കണ്ടില്ലായിരുന്നു. കേൾപ്പി എന്ത് പ്രേതം? ചുരുക്കത്തിലൊന്നും നടന്നില്ലല്ലേ? ഇത് തമാശയല്ല. എന്ത് മോള്? എന്ത് ഫ്ലൈ ആടാ നീ അവൾക്ക് കറക്കി കൊടുത്തത്? അയ്യോ അതൊന്നും അവള് കുടിച്ചില്ലടാ, നേരെ ഈ കുപ്പി നമ്മ പിശാച്. എടാ ഇവര് ഭ്രാന്ത് തന്നെയാ. നീ മിണ്ടരുത്. നിങ്ങൾ രണ്ടും ഞാൻ പറയുന്നൊന്നും വിശ്വസിക്കടാ. രണ്ടെണ്ണം അടിച്ച നിനക്ക് നീ ആരാണെന്ന് അറിയില്ല. അപ്പോഴാണ് ഫോട്ടോ. എത്രയും പെട്ടെന്ന് നീ അവളെ ഹോസ്റ്റലിൽ കൊണ്ടാക്കും. എനിക്ക് വീട്ടിൽ പോണം. കേട്ടാ, എനിക്കിതിനെ കാണുക പോലും വേണ്ട. നീ ഇതിനെ കൊണ്ട് എവിടെയെങ്കിലും കളാ. അതോർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. ഞാൻ ഇവളെ ഒരു പോർലോലും ഏൽപ്പിക്കാതെ ഹോസ്റ്റലിൽ കൊണ്ടുവന്നായിക്കോളാം. ഓക്കെ, ഉത്തരവാദിത്തങ്ങൾ ഏറ്റുവാങ്ങാൻ പ്രിയലാലിന്റെ ജീവിതം ഇനിയും ബാക്കി. മോളെ എന്താ? ഒന്നുമില്ല, അത് ഞാൻ തന്നെയാ. മോളെ മോളെ നമുക്ക് ഹോസ്റ്റലിൽ പോവാ.
കാണുന്നുണ്ടല്ലോ, ഇതെന്താ ഇങ്ങനെ? ഡാ, ഒരു കാര്യം ചെയ്താലും ഒരു കണ്ണാടി കിട്ടോ, അതിൽ അവള് പതിവൊന്ന് ടെസ്റ്റ് ചെയ്യണം. നീ അവളൊരു പട്ടിനെ കൊണ്ടുവന്ന് കാണിക്കും. പ്രേതനെ കണ്ട പട്ടികൾ കുറയ്ക്കൂടാ. നീ ഡ്രാക്കുളയിലെ കണ്ടിട്ടില്ലേ? ഓർമ്മയില്ലേ? പിന്നെ ഞാൻ ആദ്യമായിട്ടല്ലേ വെള്ളം അടിക്കുന്നത്. എനിക്ക് എത്ര കോമൺ സെൻസ് ഇല്ലല്ലോ. ഇത് സത്യമാടാ, സാധനം മറ്റേതാടാ. ഈ പ്രേതങ്ങൾ ക്യാമറ പതിയില്ല. എന്ന് നിന്നോട് പ്രേതം വന്ന് പറഞ്ഞ? അല്ല, നിന്റെ അച്ഛൻ വന്നു. എടാ, ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്ക്. നീ എന്തിനാ എന്നെ ഫോട്ടോ എടുത്തേ? നീ എന്നെ ട്രോളുന്നോ? ഡിലീറ്റ് ചെയ്യണം. ഞാൻ തമാശക്ക്. നീ എങ്ങാണ് ഇത് കോളേജ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത് നിന്നെ കൊല്ലുവേ. ഡിലീറ്റ് ചെയ്യണം പ്ലീസ്. നീ ഇതെന്ത് സെൻഡിയാടാ? ഞങ്ങൾ ഇത് ആരോടും പറയാൻ പോലുള്ള. ഡിലീറ്റ് ചെയ്തു. ഓക്കെ. അവളുടെ ചുറ്റും മൊത്തത്തിലൊരു മിസ്റ്ററി ഇല്ലേ? ഞാനൊന്ന് കെട്ടിയതാണെന്ന്, അല്ലെങ്കിൽ അവൾ എങ്ങനെ അറിയാനാ? അത് ഞാനാണ് പറഞ്ഞത്. എന്തിന് കെട്ടിക്കഴിഞ്ഞാൽ ഡിമാൻഡില്ല. ആര് പറഞ്ഞു? ലൈസൻസ് കിട്ടിയ പിന്നെ ഏത് വണ്ടി ഓടിച്ചൂടെ? സാമദ്രോഹി. അതുകൊണ്ടൊന്നും ഒരു കുഴപ്പം. ദേഹാ പിശാചി കൊണ്ടുവരും. നീ പിടിച്ചേ അവിടെ വെച്ചോ. What's your problem? കുറെ നേരമല്ലേ തുടങ്ങിയിട്ട്? എന്താ നിന്റെ പ്രശ്നം? നാഗവല്ലി. നിനക്ക് ദുർഗാഷ്ടമി അല്ലല്ലോ, പിന്നെന്താ? അയക്കെന്താ? പേടിക്കാനൊന്നുമില്ല നിസ. നിസ ഒരു ഗോസ്റ്റ് ആണോന്ന് അവന് സംശയം, അത്രേ ഉള്ളൂ. Ghosto? Oh my god. And I went for a date with him. ആ, അല്ലെങ്കിലും യഥാർത്ഥ പ്രണയം തിരിച്ചറിയാൻ നിങ്ങൾ പെൺകുട്ടികളൊന്നും വൈകുമല്ലോ. Wait. വെയിറ്റ് ചെയ്യാം. ഇത് അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. I'm gonna make him pay for this. Do you want to go on a date with me? എന്റെ കൂടെ ഒരു ഡേറ്റിന് വരാൻ മിസ്റ്റർ പ്രിയലാലിന് താല്പര്യമുണ്ടോ ഇല്ലയോ? അവനോടുള്ള വാശി തീർക്കാനുള്ള ഒരു കളിക്കോപ്പാണോ എന്റെ ജീവിതം? Yes or no? യെസ്. നിസയ്ക്ക് വേണ്ടി ഞാൻ എങ്ങനെ വഴങ്ങിത്തരും. എന്നെ എത്ര വേണേലും ഡേറ്റ് ചെയ്തോളൂ. I'm gonna show that bugger. എന്നാൽ ആ കുട്ടിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് പറഞ്ഞ പോലെ. എന്തിന്? ദേ, നാളെ ഇതിന് ആരെങ്കിലും പാര വെച്ചാലുണ്ടല്ലോ, സത്യമായിട്ട് നിങ്ങളെയും കൊല്ലും ഞാനും ചാവും. ഇല്ലടാ, എനിക്ക് വിഷമമുണ്ടെങ്കിലും സന്തോഷവും. പിന്നെ നിനക്ക് ഇതിന്റെ ആവശ്യമൊന്നുമില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഒരു ധൈര്യത്തിന് ഇതിരിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. എനിക്കുണ്ടായ ദുർഗതി നിനക്കുണ്ടാവരുത്. രാവിലെ നേരത്തെ എണീറ്റ് കുറച്ച് ദൂരം ഓടാൻ പോകണം. പറ്റാവുന്നത്ര പുഷപ്സ് എടുക്കണം. കുറച്ച് ഫ്രൂട്ട്സ് ഞാൻ റൂമിൽ വാങ്ങിച്ചു വെച്ചേക്കാം. ഒരിക്കലും വയറ് വിശക്കരുത്. പറ്റുവാണെങ്കിൽ ഒന്ന് പള്ളിയിലും പോക്കും. യേശുവാ മറ്റോളാന്ന് വിചാരിച്ചിട്ടായിരിക്കും. എടുക്കെടുക്ക്. ഹലോ ഏട്ടാ, എന്തെന്ന് ഇത്ര നേരത്തെ? ഹലോ, തെണ്ടി മിണ്ടണില്ല. അവനെന്താ ചെയ്യുന്നത് ഞങ്ങൾ അവിടെ പോയി നോക്കിയിട്ട് വരും. ഇപ്പൊ എന്റെ ഏട്ടൻ ഫ്രീ ആണോ? അവനോട് മറ്റേ പരിപാടി തന്നെ ആയിരിക്കും. അവന്റെ ശരീരഘടന വെച്ചത് പറ്റൂ. നമ്മുടെ റൂമിൽ ബോട്ടിലല്ലേ, നമ്മൾ അവിടെ കള്ളടിക്കുന്നു, ഇവൻ ഇവിടെ സ്കോച്ചും തേണ്ടി. അവനൊക്കെ ഇത്ര കച്ചറ സാധനമാണ് അടിക്കുന്നത്. അതല്ലടാ, അവന്റെ ഫോണല്ലേ ഓഫായി കിടക്കുന്നത്. അതെ, അപ്പോ അവന്റെ ഫോണിൽ നിന്നല്ലേ ഇപ്പൊ കോള് വന്നത്. അതുകൊണ്ട് എടാ, അപ്പൊ പ്രിയൻ ആരോടായി സംസാരിച്ചോണ്ടിരിക്കുന്നത്? നീ വന്നേ. എടാ എന്നെ കളിപ്പിക്കുക. എടാ, അത് യേശു അല്ല. പിന്നെ ആരാ? അവൻ അവിടെ പോത്ത് പോലെ കിടന്നുറങ്ങുന്നുണ്ട്. ആരത്? കട്ടായി. അത് നിസയുടെ പ്രേതമാടാ. സത്യം ഒന്ന് പോടാ, അതിന് അവളാണോ ഇപ്പൊ വിളിച്ചത്? എടാ, അത് അവന്റെ കൈ തട്ടിട്ടോട്ടോ ഡയൽ ആയതായിരിക്കും. അല്ലേ വല്ല നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും. അവള് നിസയല്ലടാ, ലിസയാ. നീ പോയേ, എനിക്ക് നാളെ എണീക്കാനുള്ള രാവിലെ പേടിപ്പിക്കാനായിട്ട്. വാടാ. Good morning, Johanisa. Here I come.
മാറി കിടക്കങ്ങട് വസന്തേ. മനുഷ്യൻ ഇന്നലെ ഉറങ്ങിയതല്ലേ ചേട്ടാ അപ്പഴാ ഇതെന്ത് പുല്ലാണ്? സത്യം പറഞ്ഞ നീയല്ല എടുത്ത് എന്നെ പേടിപ്പിക്കാൻ. ഒരെണ്ണം തന്നോണ്ടല്ലോ. ഞാനൊരു ഫോട്ടോ ഇല്ലാടെ പോത്തെ പിന്നെ ഇങ്ങനെ ഞാൻ എടുക്കുന്നത്. ഡോറ് ലോക്കാണല്ലോ. പിന്നെ ഇതാരെടുത്തു? ഇന്ന് അവളുടെ കൂടെ പോകാനുള്ള ധൈര്യം എനിക്കില്ല. വയറിളക്കാന്ന് പറഞ്ഞ് ഞാൻ മെസ്സേജ് അയക്കാൻ പോകുന്നു. ഇതൊരു തേങ്ങയല്ല. ആ തെങ്ങറന്ന് എന്നെ കിട്ടൂലട്ടാ. ഇത് ചിരട്ടയല്ല, നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടേ? ഉത്തരങ്ങൾ. ഞങ്ങൾ ഈ റിസോർട്ട് വാങ്ങുന്നതിന് മുമ്പ്, അതായത് തോമസ് ആർ റിസോർട്ട് പണിതതിന് ശേഷം ഇവിടെ വെച്ച് എന്തെങ്കിലും അനിഷ്ട സംഭവം നടന്നിട്ടുണ്ടോ? വാട്ട് യു മീൻ? ഐ മീൻ സൂയിസൈഡ്. അല്ലെങ്കിൽ ഒരു കൊല? എന്തോന്നാ സാറന്മാരെ ഇത്? അങ്ങനെ വല്ലതും നടന്ന പേപ്പറിൽ വരില്ലേ? നാട്ടുകാരറിയില്ലേ? അത് തന്നെ. അത് വിട്. ഇവിടെ ഈ റിസോർട്ട് പണിയുന്നതിന് മുമ്പ് അതായത് നിന്റെ കുടുംബം ഇവിടെ താമസിച്ചിരുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ആഗ്രഹങ്ങൾ ബാക്കിയാക്കി ഏതെങ്കിലും ആത്മാവ് ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടപ്പുണ്ടോ? നിന്റെ അച്ഛനോ അമ്മയോ അങ്ങനെ ആരെങ്കിലും? ജീവിച്ചിരിക്കുമ്പോ തന്നെ അവർക്ക് എന്നെ കാണുന്ന കലിയായിരുന്നു. പിന്നെയാണ് മരിച്ച ആത്മാവായിട്ട് വരാൻ പോണത്. നിങ്ങൾ വല്ല പണിയുണ്ടോ നോക്കി? അപ്പൊ അതുമല്ലേ? പിന്നെ എന്തായിരിക്കും? എന്താ നിങ്ങൾക്കിപ്പം ഇങ്ങനൊരു സംശയം തോന്നാൻ കാരണം? ഇന്നലെ ന്യൂസ് വായിച്ചതാണ്. കോയമ്പത്തൂർ ഒരു തമിഴത്തിക്ക് ബാധ കയറിയെന്നും ഒരച്ഛനാണ് അത്രയും മുതലിനെ ഒഴിപ്പിച്ചെന്നും. അപ്പൊ തോന്നിയൊരു ഡൗട്ടാ. സത്യത്തിൽ ഈ സാധനമുണ്ടോ? അച്ഛൻ കണ്ടിട്ടുണ്ടോ? നമ്മൾ കാണുന്നത് മാത്രമാണോ സത്യം? കാറ്റ് നീ കണ്ടിട്ടുണ്ട്, പക്ഷെ അത് സത്യമല്ലേ? കർത്താവിനെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നില്ലേ? കാറ്റും കർത്താവും പോലെയാണോ പ്രേതം? ഈ സിനിമയിലൊക്കെ കാണുന്ന എക്സോർസിസം അല്ലെ ബാധ ഒഴിപ്പിക്കലൊക്കെ ശരിക്കും ഉള്ളതാണോ അതൊക്കെ? വിശ്വാസികളുടെ മനസ്സ് ചഞ്ചലമാക്കുന്ന ഒരു രഹസ്യവും ഞാൻ പുറത്ത് പറയാൻ പാടില്ല കുഞ്ഞുങ്ങളെ. അപ്പൊ അച്ഛൻ ഈ സാധനം ചെയ്തിട്ടുണ്ട്, ഈ എക്സോസിസം? അതൊരു നീണ്ട കഥയാണ്. എന്നാ പിന്നെ പറഞ്ഞാൽ മതി. ഇപ്പൊ ഒരെണ്ണം കൂടി ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? എക്സോസ് എന്ന് പറഞ്ഞ തമാശ കളയുന്ന? ഒരിക്കലില്ല അച്ഛൻ. തൽക്കാലം എക്സോസിസം ഒന്നും വേണ്ട. അച്ഛൻ ഈ കുരിശ് വെച്ച് എന്നെ ഒന്ന് അനുഗ്രഹിച്ചാൽ മതി. എന്താ കുഞ്ഞ് നിനക്ക് പറ്റിയത്? കുഞ്ഞ് തളർന്നു പോയി അച്ചു. അനുഗ്രഹിച്ചാൽ കർത്താവേ, ഈ കുഞ്ഞിനെ കാത്തു. അച്ചോ എന്നെ അനുഗ്രഹിക്കച്ചോ. നന്നായിട്ട് അമർത്തി പിടിച്ച് അനുഗ്രഹിക്കച്ചോ. അച്ഛൻ്റെ കയ്യിൽ വേറെ കുരിശറിന് എടുക്കാണ്ട, ഒരു ധൈര്യത്തിന് വേണ്ടി. ഏതൊരച്ഛനും ഒരു കുരിശേ കാണൂ മക്കളെ. അതെന്തിനാച്ചോ എന്നെ നോക്കി പറയാം? ഇത് രണ്ടിനും ഓരോ ഇടി വെച്ചാന്നുണ്ടല്ലോ. മനുഷ്യ ഇവിടെ ഇല്ലാത്ത കാശ് മുഴുവൻ ഉണ്ടാക്കിയിട്ട് അത് തുടങ്ങിയത്. ഇവിടെ പ്രേതം ഉണ്ടെന്നുള്ള ഒരു ന്യൂസ് പുറത്തു വന്നാ എന്താ ഉണ്ടാവാന്നറിയാലോ? അല്ല, അത് ഞങ്ങൾ ആലോചിച്ചില്ല. ഇനി ഈ കാര്യം രണ്ടുപേരും വേണ്ടി പോരുത്. പ്രേതം മണ്ണാങ്കട്ട. നീ മുന്ന ബൈ സെക്കൻഡ് പാർട്ട് കണ്ടിട്ടുണ്ടോ? നമ്മുടെ ഗാന്ധിജി വരുന്ന സാധനം അല്ലേ? അതിൽ സഞ്ജയ് ദത്തിന് ഉണ്ടാവുന്നതാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള രോഗം. ഓ, കെമിക്കൽ ലോച്ച. നിന്റെ മൂടനായിരുന്നു ഈ കെമിക്കൽ ലോച്ചാന്ന് വെച്ചെന്തോ? ഭ്രാന്ത്. അത് തന്നെ. ഇനിയിപ്പോ അതായിരിക്കോ? ഷിബു, 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 എവിടെടാ നീ? ഷിബു, എടാ ഒന്നും മിണ്ടടാ. നീ എവിടെയാ? ഷിബു, 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 എടാ ഷിബുടാ.
എടാ ഞാനാടാ. ഞാൻ എന്ന് വെച്ചാ എടാ ഷിബുവാടാ. ഞാനൊരു തമാശക്ക്. വീട്ടിൽ നിന്ന് അച്ഛൻ ഇന്ന് രാവിലെ വിളിച്ചിരുന്നു. ആവശ്യത്തിന് ഇന്നും കിട്ടിയല്ലേ? ബിസിനസ് ഒന്നും നമുക്ക് പറ്റിയല്ല, ഉള്ള നല്ല ജോലി കളയണ്ടെന്ന് നമ്മ പണ്ട് കരഞ്ഞു പറഞ്ഞതാ. സ്നേഹിക്കുന്നവരുണ്ടാവുന്ന ഒരു സുഖാണ്. നിനക്കതിപ്പോ പറഞ്ഞാൽ മനസ്സിലാവില്ല. ആനുമായിട്ട് ശരിക്കും എന്തായിരുന്നു പ്രശ്നം? നിന്നെ വിഷമിക്കണ്ടെന്ന് വിചാരിച്ച് ഇതുവരെ ചോദിക്കായിരുന്ന? അവള് സ്നേഹിച്ചത് എൻ്റെ പണത്തിനെ മാത്രമായിരുന്നു. അതല്ലാതെ നിന്റെ കയ്യിൽ വേറെ എന്തുള്ള ഒരു പെണ്ണെ സ്നേഹിക്കാൻ? ഈ കൗണ്ടർ അടിക്കാൻ വേണ്ടിയാണ് നീ ചോദ്യം ചോദിച്ചത്. ആ പെണ്ണൊക്കെ സമ്മതിക്കണം. നിങ്ങൾക്കൊക്കെ പറയാനൊരു വീടെങ്കിലും ഉണ്ടല്ലോ. ദുബായിക്ക് ഇനി തിരിച്ചു വരണ്ടെന്ന് പറഞ്ഞിട്ടാ വാപ്പച്ചി റിസോർട്ട് വാങ്ങാനുള്ള ഷെയർ എനിക്ക് തന്നത്. അല്ല, വാപ്പച്ചിയും കുറ്റം പറയാൻ പറ്റില്ല. അമേരിക്കയ്ക്ക് MBA പഠിക്കാൻ വേണ്ടിട്ട് സൂംബ പഠിച്ചോണ്ടാണല്ലോ ഞാൻ തിരിച്ചു വന്നത്. ഇതാ എന്ത് കസാട്ട. എടാ ഇന്നലെ ഞാനൊരു തമാശക്ക് ചെയ്തതാടാ. എന്താടാ നിങ്ങളൊന്ന് ക്ഷമിക്കുന്നു. നീ എന്തിനാ വാങ്ങിച്ചത്? അല്ല കസാട്ട. നമുക്ക് അച്ഛനെ വിളിച്ച് റിസോർട്ട് ഒന്ന് വ്യഭിചരിച്ചാലോ? ഐ മീൻ വെഞ്ചരിച്ചാലോ? തിണ്ടിയുടെ മനസ്സറിച്ചാ വിചാരം. എടാ ഒന്ന് പിടിച്ചേ. അതെ, ഈ കസാട്ടയുടെ പിന്നിൽ എന്തോ ഉദ്ദേശമുണ്ട്. എടാ ഞാനിപ്പോ വരാം. ഒരു അത്യാവശ്യം വരണ്ട്. എന്താ അത്യാവശ്യം? വന്നിട്ട് പറയടാ. എന്താ നമ്മളറിയാതെ അത്യാവശ്യം? എന്തോ കുഴപ്പമുണ്ടല്ലോ. Papi, vamos a la rumba. Toma reggaetón, bienvenida a mi rumba, zumba. Papi, vamos a la rumba. Toma, 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 mami, toma, 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 mami, toma, 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 mami, toma, toma, toma. ഹായ് കുട്ടാ. ഹായ് ഷിബുക്കുട്ട. എന്തൊക്കെയുണ്ട്? ഓ, ഈ മരുഭൂമിയിൽ എന്തുണ്ടാവാനാ കുട്ടാ? സുഖം നമ്മൾ തേടി പിടിക്കുന്നല്ലേ ശാലിനി. Can I see you? Just move back. എപ്പ പറഞ്ഞാലും ഒരു മൂവ് ബാക്ക്. ഇതല്ലാതെ എന്നോടൊന്നും സംസാരിക്കാനില്ലേ? അതെ, ഞാൻ ഷിബുക്കുട്ടന് വേണ്ടി ഒരു കവിത എഴുതിയിട്ടുണ്ട്. ഞാൻ ചൊല്ലട്ടെ? കവിതയൊക്കെ പിന്നെ പോരെ. എന്നാ ഞാൻ കട്ട് ചെയ്യും. ഏയ് കട്ടിയില്ല ചൊല്ലിക്കോ. ചൊല്ലുവാണേ. ആ പോരട്ടെ. സ്കൈപ്പിൽ വരും ഷിബുക്കുട്ടൻ, മൂവ് ബാക്ക് പറയും ഷിബുക്കുട്ടൻ, ക്ഷമയില്ലാത്ത ഷിബുക്കുട്ടൻ, എന്നാൽ പാവം ഷിബുക്കുട്ടൻ. ഇങ്ങനുണ്ട്. നന്നായിട്ടുണ്ട്. താങ്ക്സ്. ആ നല്ല ചൂട്. ഞാൻ ഈ ഷർട്ടൊന്ന് അഴിക്കട്ടെ. വെറുതെ വേണ്ട കേട്ടോ. ബാക്കിലേക്ക് ഇറങ്ങിയിരിക്കും. അതൊന്ന് മാറ്റ് ശ്ശോ, പ്ലീസ്. എത്ര നാളായി? കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഞാൻ ഇതുവരെ ഇതൊന്നും ചെയ്തിട്ടില്ല. എന്ത് കുഴപ്പമുണ്ടാവാൻ? കമോൺ പ്ലീസ്, ഒരു പ്രാവശ്യം മതി. ഓക്കെ. എന്താ കട്ടായേ? ഹസ്ബൻഡ് വന്നോ? ഇല്ലല്ലോ, കണ്ടില്ലേ? ഇല്ല. എന്തോ കണക്ഷൻ പ്രോബ്ലം. കുഴപ്പമൊന്നും ഇല്ലല്ലോ. എനിക്ക് ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. എന്ത് കുഴപ്പം? കമോൺ. ഓക്കെ, കാണുന്നുണ്ടോ? ഇല്ല. ഇന്ന് ആരെയാ കണി കണ്ടത്? ശിവകുട്ടിനെ എനിക്ക് കാണാലോ. പിന്നെന്താ പ്രശ്നം? ഇപ്പൊ ശരിയായോ? ഞാൻ ഒന്നുകൂടെ കണക്ട് ചെയ്യട്ടെ? ഓക്കെ, വേഗം വേണം കേട്ടോ. പുല്ല് വന്നു ശവങ്ങള്.
അച്ചു ഒരു കാരണവശാലും ഇത് വെളിയിൽ അറിയരുത്. ഇത് പുറത്തറിഞ്ഞാലുള്ള ഞങ്ങളുടെ അവസ്ഥ അറിയാലോ. എല്ലാതോടുകൂടി തീരുവച്ചു. സൈലൻസ്. തിരിഞ്ഞു കളിക്കാതെ മാറും. ഇതെന്താ അടങ്ങ്. ഈ കണ്ണാടിയല്ലേ? ഇത് തന്നെ. നിനക്കൊന്നും വേറെ പണിയില്ലടാപ്പ. പ്രേതം പോലും. എന്ത് പ്രേതം? Praise the Lord in the name of Almighty. അത് പുറത്തേക്ക് വരുന്നത് കണ്ടോ? എന്ത് പുറത്തേക്ക് ഇറങ്ങി? ഇതിപ്പോ അച്ഛൻ തളിച്ച പനിനീരല്ലേ ഇറങ്ങി വന്നത്? You shut up. ഓംബ്ര. The name of God, the name of Lord Almighty, purify this place. The name of God, the name of Christ, the name of Holy Spirit, the name of light, the name of Jesus Christ, the name of Holy Power. Purify this place. By the power of God, all powerful, God away, leave this place. Please forget your presence from here. അടങ്ങിയിരുന്ന പ്രേതത്തെ കളിയാക്കി പുറത്തു വിടുന്ന തെണ്ടി ഈ തെങ്ങിയാ കേറി രക്ഷപ്പെടാൻ നോക്കുന്നോ? സമ്മതിക്കടാ. Ruthless. എടാ എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടൊക്കെയാണ് ഇവിടെ ഇതൊക്കെ സംഭവിക്കുന്നത്? അബോമിനബിൾ, ഇഗോമിനി, ഇൻഫാനി, ഓബ്ലിക്വി. മനുഷ്യനെ ഇവിടെ പ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണ്. നീ എന്നെ തല്ലിയല്ലടാ. അല്ല ഉമ്മാച്ച് ഇനി കൊണച്ച ഇംഗ്ലീഷ് ഇവിടെ അടിച്ചാലുണ്ടല്ലോ. How can I escape from my brilliance? എടാ ഒന്ന് നിർത്തുന്നുണ്ടോ? ഇതൊക്കെ നമ്മുടെ വെറും തോന്നലാ. എന്ത് ഇവൻ എന്നെ അടിച്ചോ? എടാ പുലെ ശ്രദ്ധിക്കൂ. നീ ആദ്യം പ്രേതത്തെ കണ്ടത് നിന്റെ മൊബൈലല്ലേ? ഹ, കണ്ടില്ല. അതാണല്ലോ പ്രേതം. അതെന്തെങ്കിലും ആവട്ടെ. യേശുവിന്റെ കോള് വന്നതും നമ്മൾ മൂന്നുപേരും കിടന്നുറങ്ങുന്നതിന്റെ ഫോട്ടോ വന്നതും നിന്റെ മൊബൈലാണ്. ആ ശരിയാണല്ലോ. നീ മൊബൈലിൽ മറ്റേ പരിപാടി കാണിച്ചപ്പോഴല്ലേ സാധനം പുറത്തു വന്നത്. എഗെയിൻ മൊബൈൽ. എടാ പ്രശ്നം നമ്മുടെ മൂന്നുപേരുടെയും മൊബൈലിനാണ്, അല്ലാതെ ഒരു പ്രേതോ ഒരു മണ്ണാങ്കട്ടി ഇല്ല. അത് ശരിയാണല്ലോ. അപ്പൊ പിന്നെ നമ്മൾ ഇന്നലെ കണ്ണാടി കണ്ടതോ? എടാ അത് വല്ല ടെമ്പറേച്ചർ ഡിഫറൻസ് കൊണ്ടായിരിക്കും. അതിനെ നമ്മൾ ഇതുപോലെ പ്രേതവുമായി കണക്ട് ചെയ്യേണ്ട എന്ത് കാര്യമുള്ളത്? അത് നമ്മുടെ ഈ 3 ഫോണും ഞാൻ അമേരിക്കയിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നല്ലേ. വല്ല മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ വല്ല വൈറസും ആയിരിക്കും. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ ഇല്ലേ? അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? സിമ്പിൾ. ഫോൺ മാറ്റാ. ഐ ആം മോളിഫൈഡ്. ആശ്വാസമായെന്ന്. വാർത്തയും ഒത്ത് ഹോണോലുലു ബീച്ചിൽ ഒരു വെക്കേഷൻ ട്രിപ്പിനിടയിലാ ഞാൻ ഈ ഫോൺ വാങ്ങിയത്. അവന്റെ ഒരു എക്സും ഹോണൂലും വലിച്ചെറിഞ്ഞ് കളഞ്ഞേ. എടാ $1,200 per piece. മനുഷ്യന്റെ മനസമാധാനത്തിന് അതിനേക്കാളൊക്കെ ഒരുപാട് വിലയുണ്ട്. നീ ഇത് മേടിച്ചോണ്ടോന്ന് ഞങ്ങളെ പേടിപ്പിച്ച് കൊല്ലാനാ? എന്നാലും ഇന്ന് തൊണ്ട എടുത്ത് കോളം. ഐഡിയ എന്തൈഡിയ? നീ വലിച്ചെറിഞ്ഞ് കളഞ്ഞത്. അതല്ലടാ, പള്ളിക്ക് എന്തെങ്കിലും സംഭാവന കൊടുക്കാൻ അച്ഛൻ കുറെ കാലമല്ലേ പറയുന്നു. നമ്മളോട്ട് 5 പൈസ കൊടുത്തിട്ടുമില്ല. അതിന് നിങ്ങൾ വാ, അങ്ങേരുടെ ഒരു എക്സോസിസം. എന്നതാണോ? ഗുഡ് മോർണിംഗ് ഗേസ്. ഗുഡ് മോർണിംഗ്. എന്നതാടാ നിങ്ങളോട് മോർണിംഗ് വാക്ക് തുടങ്ങാൻ ഞാൻ എത്ര നാളായി പറയുന്നു. ദാറ്റ് വിൽ മേക്ക് യുവർ ബോഡി ആൻഡ് മൈൻഡ് ഫ്രഷ്. ഞങ്ങൾ അച്ഛനെ വന്നൊന്ന് കാണാനിരിക്കായിരുന്നു. എന്ത് പറ്റി? റിസോർട്ടിൽ മറ്റേ പ്രശ്നങ്ങൾ പിന്നെ ഉണ്ടായില്ലല്ലോ. നല്ല സുഖല്ലേ? ഞാനൊന്ന് ആക്ച്വലി ഓടിയത് തന്നെ ഒരു ട്രിക്കായിരുന്നു. വിഡ്രോവൽ ടെക്നിക് എന്നാണ് എക്സോസത്തിൽ അതിന്റെ പേര്. ഞങ്ങൾ ഊഹിച്ചു. ഇവനിന്ന് രാവിലെ കൂടി പറഞ്ഞോളൂ. ഡെന്നി എന്തോ പറഞ്ഞു വന്നല്ലോ. അതച്ചോ, ഇവൻ അമേരിക്കയിൽ നിന്ന് ഞങ്ങൾ 3 പേർക്കും വേണ്ടി കൊണ്ടുവന്ന ഫോൺസ് ആണ്. ഓഹോ, ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേറെ ഫോണുണ്ട്. അതുകൊണ്ട് ഇത് 3ഉം പള്ളിക്ക് ഡൊണേറ്റ് ചെയ്താലോ എന്ന് ആലോചിക്കായിരുന്നു ഞങ്ങൾ. റിയലി വെരി ഗുഡ്. ഞാനൊരു പുതിയ ഫോൺ മേടിക്കണം എന്ന് വിചാരിച്ചിരിക്കേ. എന്റെ ഫോണിലുള്ള ക്യാമറ ആകെ 2 മെഗാപിക്സലാന്നേ. അച്ഛൻ എന്തിനാണ് ക്യാമറ? എന്തൊക്കെ ആവശ്യങ്ങൾ ഉണ്ടാവുക. ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം, അയക്കാം, പിടിക്കാം. രൂപത്തിന്റെ എന്തായാലും അച്ഛൻ ഈ ഫോൺസ് ഒരു മുതൽക്കൂട്ടായിരിക്കും. പിന്നെ മാത്രമല്ല ഒരെണ്ണം കപ്പിയാർക്കും ബിഷപ്പിനും ഒക്കെ കൊടുക്കാമല്ലോ. എന്തിന്? 3ഉം എനിക്ക് തന്നെ യൂസ് ചെയ്യാലോ. ഒന്ന് വാട്സ്ആപ്പ്, ഒന്ന് ഫേസ്ബുക്ക്, ഒന്ന് ഓൺലി ഫോർ കോളിംഗ് പർപ്പസ്. പിന്നെ അരമനയിൽ വൈഫൈ ഫ്രീ അല്ലേ. അപ്പൊ സ്കൈപ്പ്. കഴിഞ്ഞ ആഴ്ച കൺവെൻഷന് വെച്ച് ഫാദർ പ്ലാനങ്ങാമോട് എന്നോടെ വാട്സ്ആപ്പ് നമ്പർ ചോദിച്ചപ്പോ എന്റെ ഡെന്നി ഞാനങ്ങ് ചൂളിപ്പോയി. ഇനി അതുണ്ടാവരുത്. അപ്പൊ ഓക്കെ ഗ്യാസ്, താങ്ക് യു. സൂക്ഷിച്ച് ഉപയോഗിക്കണേ. അപ്പൊ ഞങ്ങൾ ചെല്ലട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതി.
മൊത്തത്തിൽ എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ. എന്ത്? നിങ്ങളാരാ? Who are you? Where you from? Why did you touch my hand? ഞാൻ അച്ഛൻ്റെ കയ്യിലെ മുത്തിയെ. ഇത് ജോൺ. ഇവന്റെ കൈ ഇതുപോലുള്ള ഒരുപാട് നമ്പറുകളുണ്ട്. അച്ഛനറിയുന്ന ആളായിരുന്നു. അത് പറയണ്ടേ? ഞാൻ ഡെന്നി കോക്കൻ. ജോൺ ഡോൺ ബോസ്കോ. സാഗർ ഏലിയാസ് ജാക്കി. എന്തേ അങ്ങനെ ഒരു പേര്? ഡെന്നി കൊക്കൻ്റെ കൊക്കൻ വീട്ടുപേരല്ലേ? അതെ. ഞാൻ വളർന്നത് ഡോൺ ബോസ്കോ ഓർഫനേജിലാണ്. പേരിൻ്റെ കൂടെ വയ്ക്കാൻ ഒരു വീട്ടുപേരില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഒരു പേരിട്ടത്. ഇവൻ ഇന്ന് രാവിലെ വന്നതേ ഉള്ളൂ. നമ്മുടെ മേരിയുടെ മോനാ. ആ, മേരിയുടെ മോൻ. അതിന്റെ ഡാഗിനി അമ്മ കല്യാണം കഴിച്ചല്ലോ. കുട്ടികളുണ്ടാവും കല്യാണം കഴിക്കണമെന്നുണ്ട്. നാണം കിട്ടവൻ എന്തൊക്കെയാ പറയണേ? ഇവൻ ഈ കാണുന്ന പോലെയൊന്നുമല്ല. മെന്റലിസ്റ്റാ. ഫ്ലൂട്ടിസ്റ്റോ? അതാണോ ഇഷ്ടം? ഫ്ലൂട്ടിസ്റ്റ് അല്ല, മെന്റലിസ്റ്റ്. മെന്റലിസ്റ്റ്. ഇഡിയറ്റ്സ്. നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരയേക്കാൾ യാത്ര ചെയ്തിട്ടുള്ള ആള് ഇവനായിരിക്കും അല്ലടാ? ആരെ സന്തോഷ് ജോർജ് കുളങ്ങലക്കി? ബിഷപ്പ്. ഞാൻ തമാശയായി പറഞ്ഞതല്ല. ലോകത്തിൽ 5 മെന്റലിസ്റ്റുകളുടെ പേരെടുത്തല്ല അതിലൊന്ന് ഇവനാ. ഈ ഡയലോഗ് എവിടെ കേട്ടിട്ടുണ്ടല്ലോ. തിരുമേനി മറന്നുല്ലേ പ്രിയ? ജോണി കുട്ടൻ 2 കസേര എടുത്ത് പുറത്തേക്കിടാ. കളിയാക്കല്ലേ ജോണേ. നീ എന്തെങ്കിലും ഒന്ന് കാണിച്ചേ. തുടി വെക്കി കളിക്കരുത്. അങ്ങനെ കളിയാക്കി പോകാൻ പറ്റില്ല. ഞാൻ പ്രിപ്പയർഡ് അല്ല. എന്നാ ജോൺ ഡബ്ലോസ്കോ ചെന്നാട്ടെ, ഞങ്ങൾ നീങ്ങട്ടെ. ഓക്കെ. എന്നതാ ഇത്? എന്നാ ചോ? ഇത് ലോക്കാണല്ലോടാ പോവേ. ആ, അൺലോക്ക് ചെയ്താ നോക്കട്ടെ അച്ഛോ, എന്റെ ഫോണല്ലോ ഇത്. അച്ഛോ ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ. ഇയാളെ ഇസ് ഇറ്റ് യോസ്? യെസ്, അബ്സല്യൂട്ട്ലി. ശരിയാവുമെന്ന് അറിയില്ല. എന്നാ പിന്നെ എന്ത് ചെയ്യണം? Give me a hand. Hold it. Hold it. Take off your glass, please. Look at my eyes. Look at my eyes. മനുഷ്യന്മാരെ നോക്കുന്ന പോലെ മതി. എനിക്ക് പണ്ടേ പ്രോബ്ലം ഉള്ള. Think about your password. അതൊക്കെ ഞാൻ ആലോചിച്ചോളൂ. കണ്ടുപിടി. അൺലോക്കായി. ഇതല്ലടാ ഞാൻ പറഞ്ഞേ, മെന്റലിസ്റ്റ് ആണ്. ഇപ്പൊ എന്നായി? എന്നെയും കൂടെ എന്തെങ്കിലും ചെയ്യുമോ പ്ലീസ്? എന്ത് ചെയ്യാ? ഇതുപോലെ എന്തെങ്കിലും പ്ലീസ്. ബലാത്സംഗം ചെയ്താൽ മതി. അയ്യോ, അതിനെ പെണ്ണല്ലല്ലോ. എന്നാലും എന്തെങ്കിലും ചെയ്യുന്നേ. ശരി, നോക്കാം. ഡെന്നി, ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ വിചാരിക്കാം. വിചാരിച്ചു. Give me a hand. ഏയ്, ഇത്ര അടുത്ത് വരണ്ട. Give me. Okay. Hold it. Look in my eyes. Think about that thing. Think about it. Repeat that word again and again. ഒരാളുടെ പേരല്ല, സ്പാനിഷ് ഫ്ലൈ. ഇതൊക്കെ ഇപ്പോഴും ഉപയോഗിച്ച് തുടങ്ങി. കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലേ? ഞാൻ മുഖത്ത് തേക്കാൻ വേണ്ടി വാങ്ങിച്ച. ഞാൻ മുഖത്ത് തേക്കാൻ വേണ്ടി വാങ്ങിച്ചല്ല. മെന്റലിസം. നോക്കി, ഈ ജോൺ ഡോൺ ബോസ്കോയെ പോലെ ലോകത്ത് കുറെ ഐറ്റംസ് ഉണ്ട്. മാജിക്, മൈൻഡ് റീഡിങ്, ഹിപ്നോട്ടിസം. ഇതിന്റെ ഒരു കോമ്പിനേഷനാണ് ഈ സാധനം. പക്ഷെ അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അയാളുടെ കൈ തൊട്ടപ്പോൾ എനിക്ക് ഷോക്ക് അടിച്ചടാ. ഞാൻ മുത്തിയപ്പോൾ അച്ഛൻ കൈ മാറ്റിയത് മാജിക്. അതുപോലെ പ്രിയന്റെ ഫോണിന്റെ പാസ്വേഡ് കണ്ടുപിടിച്ചത് മൈൻഡ് റീഡിങ്. എന്നെ ചെയ്തത് ഹിപ്നോട്ടിസത്തിന്റെയും മൈൻഡ് റീഡിങ്ങിന്റെയും ഒരു കോമ്പിനേഷൻ. കൊള്ളാലോ, ഒരു സിനിമയ്ക്കുള്ള സ്കോപ്പ് ഉണ്ടല്ലോ. ഈ മെന്റലിസം പഠിപ്പിക്കുന്ന പോലെ സ്ഥലമുണ്ടോ? നോക്കട്ടെ, എനിക്ക് ഇൻട്രസ്റ്റ് ആയി തുടങ്ങി. അതെ, ഇതൊന്നും പഠിച്ചെടുത്താൽ മോനെ സുഹാനിസ അല്ല, ഐശ്വര്യ റായെ വരെ വളച്ചൊടിച്ച് മടക്കാം.
ആ ദേ ജോൺ ഡോൺ ബോസ്കോയുടെ യൂട്യൂബ് വീഡിയോ നോക്കി. അച്ഛൻ പറഞ്ഞ വെറുതെ അല്ലല്ലേ, ഇങ്ങനെ ഫേമസ് ആണല്ലോ. എന്നെ കാണിച്ച സെയിം ആയിട്ടല്ലത്. എന്ത് സ്പാനിഷ് പ്ലെയർ? മോനെ ഒരു ഉഗ്ര സാധനം കിട്ടിയുണ്ട്. ഡാ പ്രിയ നോക്കി, ആ ജോൺ ഡോൺ ബോസ്കോയുടെ മെന്റലിസം വീഡിയോ യൂട്യൂബിൽ ഉണ്ട. സണ്ണി ചേച്ചിയുടെ പുതിയ ക്ലിപ്പ് കിട്ടിയ കാര്യം പറഞ്ഞേ. ആണ് കാണിച്ചേ. അല്ല, നീ അത് ടി വിയിലേക്ക് കണക്ട് ചെയ്ത ബ്ലൂടൂത്ത്. നീ എന്തിനാ ഈ ഗ്ലാസ് റീപ്ലേസ് ചെയ്തേ? ഇത് ഇവിടെ നിന്ന് മാറ്റാൻ ഞാൻ പറഞ്ഞാണല്ലോ. പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലടാ, നീ അത് കണക്ട് ചെയ്യും. എവിടെ ബ്ലൂടൂത്ത്? ഓ മുഴുവൻ ബ്ലൂ ആണല്ലോ. ഇവളൊറ്റ ഒരു കാരണം എന്റെ കല്യാണം കലങ്ങി. അതെന്താ? ആഹാ, അത് നീ പറഞ്ഞിട്ടില്ലല്ലോ. ഔഫ്, എന്ത് കഥയൊക്കെ പിന്നെ പറയാം. നൗ ലെറ്റ്സ് വാച്ച്. അതെ കാണാം. മാർത്തക്ക് ഇതേ ഫേസ് കട്ടാ ശരിക്കും. എടാ ശരിക്കും. ഔവ്വ. നീ നീ അല്ലേ ലൈറ്റ് ഇതൊക്കെ? ഓഫ് ചെയ്തേ? ഒരുമിച്ച് പറഞ്ഞു. ഞങ്ങൾക്ക് ഇതൊക്കെ ഉള്ളൂ. തടിയൻ ഒരു സായിപ്പാർന്നല്ലോ. എടാ ഞാൻ കാണുന്നതല്ലാണ് നിങ്ങൾ കാണുന്നേ? നമ്മളെ തന്നെ കാണുന്നേ. നമ്മളെന്തടേ കാണുന്നത് ശിവു? എനിക്ക് പേടിയാവണ്ട. നീ ലൈറ്റ് ഇട്ടേ. ലൈറ്റ് ഓൺ ആവുന്നില്ല. ഒന്നുകൂടെ ട്രൈ നോക്കടാ പ്ലീസ്. എടാ ലൈറ്റ് ഓൺ ആവുന്നില്ലടാ. ടിവി ഓഫ് ചെയ്ത്. റിമോട്ട് എവിടെ? എവിടെ? ഓഫ് ചെയ്യേ. ഓഫ് ആവട്ടെ. ഇങ്ങോട്ട് താകിട്. റിമോട്ട് വർക്ക്. ഇവിടെ മാത്രം പറ്റുന്ന എങ്ങനെ? എടാ അവിടെ എന്തുണ്ടാ? എടാ എല്ലായിടത്തും ഉണ്ടാ. അവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടടാ. നിങ്ങൾ ഇന്നലെ പേടിച്ച് പള്ളിമേടയിലായി കടന്നുറങ്ങിയേ. നമുക്ക് നോക്കാച്ചോ. നല്ല പിള്ളേരാ ജോണേ, വലിയ ജോലിയൊക്കെ രാജിവെച്ച് തുടങ്ങിയ ബിസിനസ്സാ. നീ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കണം. അല്ല ചോ, ഇന്നലെ ഉണ്ടായി എന്ന് പറയുന്നത് ഒരു സിമ്പിൾ വോൾട്ടേജ് ഫ്ലക്ച്വേഷനിൽ സംഭവിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ ഇപ്പോൾ മിക്ക ടി വിയിലും ഫ്രണ്ട് ക്യാമൊക്കെ ഇല്ലേ, അത് ചിലപ്പോൾ അറിയാതെ ഓണായി കിടന്നതായിരിക്കും. ഇത് അതൊന്നുമല്ല, ഇത് മൾട്ടിപ്പിൾ ആംഗിൾസ് ആയിരുന്നു. ആ മോളിന്നും താഴേന്നും സൈഡിൽ ഒക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്തു. അല്ല ഈ മെന്റലിസം കൊണ്ട് പ്രേതത്തെ ഒഴിപ്പിക്കാൻ പറ്റുമോ? ജോണിന് നിങ്ങളെ സഹായിക്കാൻ പറ്റും. എന്നെ കൊണ്ട് പറ്റുന്നത് റിസോർട്ടിൽ വെച്ച് നിങ്ങൾ കണ്ടതല്ലേ. ചില ആളുകൾക്ക് കർത്താവ് അറിഞ്ഞ് ചില ഗിഫ്റ്റ് കൊടുക്കും. ഹി ഹാസ് ദാറ്റ് ഗിഫ്റ്റ്. വാ, നമ്മളിനി ഞങ്ങൾക്ക് ഗിഫ്റ്റ് ഒക്കെ മേടിച്ചു കൊടുക്കണോ? ആ ഗിഫ്റ്റ് അല്ലട പൊട്ട, പിന്നെ കർത്താവിന്റെ കരസ്പർശം. ഉണ്ട. സ്തുതിയുണ്ടച്ചോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മൊത്തത്തിൽ ഇവിടെ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടല്ലോ മേരി. മെഡിറ്റേഷൻ, ബാർബിക്യൂ ചിക്കൻ, ഗുഡ് ഗുഡ്. ഒക്കെ ഇവന്റെ പരിപാടിയാണ് അച്ചോ. ആഹാ, നീ ടൗണിലേക്ക് വരുന്നില്ലേ? പണി വന്നിട്ടുണ്ട്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ കണ്ടു എന്ന് പറയുന്ന സംഭവത്തെ പേടിക്കേണ്ടതായിട്ടില്ല എന്നുള്ളതാണ്. പേടിക്കാതെ പിന്നെ ഞങ്ങൾ അതിനെ പിടിച്ച് ഉമ്മ വെക്കണം. ഞാൻ പറയട്ടെ. ഫോർ എക്സാമ്പിൾ, ഡെന്നി മരിച്ചെന്ന് വിചാരിക്കുക. വിചാരിച്ചു. തെണ്ടി. വെറുതെ വിചാരിച്ചാൽ മതി. ഡെന്നി ജീവിച്ചിരിക്കുമ്പോൾ എത്ര ബുദ്ധിയുണ്ടോ എത്ര ശക്തിയുണ്ടോ അതിൻ്റെ 10-1 പോലും ബുദ്ധിയും ശക്തിയും ഉണ്ടാവില്ല ഡെന്നിയുടെ പ്രേതത്തിന്. അപ്പ കുഴപ്പമില്ല. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അതൊക്കെ അറിയാം. അത് പറഞ്ഞപ്പോഴാ ഓർത്തെ, നമ്മൾ പ്ലാന്റർ കുറിയിച്ചപ്പോൾ എന്നാ പറയുന്നത് ജോണേ? കുഴപ്പമൊന്നുമില്ല. ഇന്നലെ പുള്ളിയുടെ കൊച്ചുമൻ്റെ മാമോദിസയായിരുന്നു. അതൊക്കെ കൂടിയിട്ട് പുള്ളി വൈകുന്നേരം കൂടി വന്നത്. പാപം. ഇനിയുള്ള കാലമെങ്കിൽ അങ്ങേര് സമാധാനമായി നടക്കട്ടെ കർത്താവേ.
പിള്ളേരൊന്നും ശരിയല്ല, ഒക്കെ വിറ്റുമുടിപ്പിക്കുന്നു എന്ന പുള്ളിയുടെ പരാതി. ആ ഈ കുരിയച്ചൻ നിനക്ക് അറിയടാ ഡെന്നി, നമ്മളെ പ്ലാനർ കുരിയച്ചൻ കുരിശുമൂട്ടിലെ ഇവന്റെ അപ്പന്റെ വലിയ ഫ്രണ്ടാ കക്ഷി. കുരിശുമൂട്ടിലെ കുരിയച്ചൻ നിങ്ങൾ 6 മാസം മുമ്പ് കാർ ആക്സിഡന്റ് മരിച്ചതല്ലേ? അതെ, അൺഎക്സ്പെക്ടഡ് ഡെത്ത്. ഒരു വിൽപത്രം പോലും എഴുതി വെക്കാൻ സാധിച്ചില്ല. പിന്നെ ഇവനെ ഇടപെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് നേരെയാക്കിയത്. എങ്ങനെ ശരിയാക്കിയത്? 6 മാസം മുമ്പ് മരിച്ച കുരിയച്ചൻ നിങ്ങൾ എങ്ങനെ ഇന്നലെ പള്ളിയിൽ മാമോദിസ കൂടിയിട്ട് ഇവിടെ നിങ്ങളുടെ അടുത്ത് വന്നു? പോയവരൊക്കെ ഇവിടെ തന്നെ ഉണ്ട് ഡെന്നി. നിങ്ങൾ വെറുതെ മനുഷ്യനെ പേടിപ്പിക്കരുത്. ഞാൻ മൂത്രം ഒഴിച്ചിട്ട് 2 ദിവസമായി. ഇവിടെ ഒഴിക്കരുത് കേട്ടോ. അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതിൽ പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല എന്നുള്ളത്. നിങ്ങളിപ്പോൾ രാവിലെ എന്താ ചെയ്തത്? പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു, ഇപ്പം എന്നെ കാണാൻ വേണ്ടി വന്നു. ഇനി റിസോർട്ടിൽ കാര്യങ്ങളുണ്ടാവും, അതുപോലെ അവർക്കും കാര്യങ്ങളുണ്ടാവില്ലേ? അവരും ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് ചുറ്റിക്കാണാൻ വേണ്ടി വരും. ചിലപ്പോൾ നിങ്ങൾ കണ്ട പോലത്തെ എന്തെങ്കിലും സിഗ്നൽസ് കാണിച്ചെന്നിരിക്കും, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ എന്ന് എത്ര ഈസി ആയിട്ടാ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ പറയുന്നത് പ്രേതം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പല്ലേച്ച് കല്യാണം കൂടാൻ പോകുന്നാണോ? ആത്മാവ്, പ്രേതം, പിശാച്, അതിനങ്ങനെയൊന്നുമല്ല. ഒരു തോട്ടൊന്ന് വിളിക്കാൻ എനിക്കിഷ്ടം. നമ്മളൊക്കെ പോയാലും ദ തോട്ട് റിമൈൻസ്. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും. പിന്നെ ഗുരുവായൂരപ്പൻ എങ്കിൽ ഇതിലും വിശ്വസിച്ചാൽ മതിയാവും. ഒറ്റ നോട്ടത്തിൽ എന്തെങ്കിലും കുഴപ്പം തോന്നുന്നുണ്ടോ ഡോൺ? അല്ല ബോൺ ബോസ്കോ. ഞാൻ നിങ്ങൾ എന്താ വിളിക്കണ്ടേ? എന്ത് വേണമെങ്കിലും വിളിച്ചു, വിളിച്ചാൽ മതി. തെറി വിളിച്ചോട്ടെ? മുഖത്തേക്കാണ്. ആ നോക്കടാ, സേതുരാമയ്യർ അതേ നടത്തല്ലേ. സാറേ, ഒരു ഡോൾഫിൻ ചത്തു വന്നിട്ടുണ്ട്. എടുത്ത് മുറിച്ച് ഫ്രൈ ആക്കിയിട്ട് ഈ സായിപ്പന്മാർക്ക് കൊടുക്കട്ടെ? ഒന്നും വേണ്ട, നീ ചെല്ല്. ഇതാരാ? ആരോട് ചോദിക്കുന്നത്? എന്നോട് ചോദിച്ചാൽ പോരെ? എൻ്റെ വായിൽ നാക്കിൽ കിടക്കുന്നത്. ആള് ഭയങ്കര സ്മാർട്ടാണല്ലോ. എന്താ പേര്? യേശു. ആദ്യമായിട്ടാ ഇത്രയും സുന്ദരനായ ഒരു യേശുവിനെ ഇത്ര അടുത്ത് കാണുന്നത്. ഈ ഉപ്പേറ്റടിച്ചിട്ടാണ് സാറേ, നല്ല പൂമ്പഴം പോലെ ഇരുന്ന ചെയ്യാൻ. ആ ഇപ്പൊ പുഴുങ്ങിയ പഴം പോലെ. ഇതെന്താ? ഇത് ചിക്കൻ കബൂർ. കബൂർ കഴിക്കണം സാറേ, കഴിക്കണ്ട. ഇതൊക്കെ എടുത്തുകൊണ്ട് വരുന്നതിന് മുമ്പ് കൈയൊക്കെ വാഷ് ചെയ്തിരുന്നു? പിന്നെ അതെന്താ അങ്ങനെ ചോദിച്ചു? ഇല്ല, ഞാൻ പറഞ്ഞ സത്യമല്ലേ, കൈ കഴുകിയില്ല. ശരിയാ. അത് ഞാൻ പോണ വഴിക്ക് സ്വിമ്മിംഗ് പൂളിൽ കഴിയിട്ട് പോകുള്ളൂ. അതുപോലെ യേശു രാവിലെ അപ്പിട്ടിരുന്നു? പിന്നെ ഇട്ടു കുറച്ച്. ഇതോ ഞാൻ അപ്പിട്ടെന്ന് പറയാൻ വേണ്ടി നിങ്ങളുടെ പുറകെ വന്നിട്ടുണ്ടായോ? ഞാൻ ഇടാൻ നോക്കിയാൽ പോകണ്ടേ? അതങ്ങനെ ഇവിടുത്തെ പ്രശ്നമല്ലേ കഴിക്കുന്നത്? എങ്ങനെയാണ്? അല്ല, അവൻ കൈ കഴുകിയിട്ടുള്ള അപ്പിട്ടുള്ള നിങ്ങൾക്ക് തന്നെ മനസ്സിലായി ജോണേട്ടാ? അതൊക്കെ മനസ്സിലാവും. അതെങ്ങനെ മനസ്സിലാവും? ചുമ്മാ ബ്ലഫ് ചെയ്തല്ലേ. അതൊരാളുടെ ബോഡി ലാംഗ്വേജ് കൊണ്ട് മനസ്സിലാവില്ലേ? ബോഡി ലാംഗ്വേജ് കൊണ്ട് എങ്ങനെ മനസ്സിലാവും? അയാൾ കള്ളം പറഞ്ഞപ്പോൾ കൈ പുറകിലേക്ക് പോയത് ശ്രദ്ധിച്ചില്ലേ? ആ അത്രേ ഉള്ളൂ. എന്നാലും കൈ പോയി എന്ന് വെച്ച്. ഞാൻ കഴിഞ്ഞ 5-6 വർഷമായിട്ട് മൈക്രോ എക്സ്പ്രഷനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മൈക്രോ എക്സ്പ്രഷനാ? നിങ്ങൾ മെന്റലിസ്റ്റ് ആണെന്നല്ലേ പറഞ്ഞേ? ഇതൊക്കെ മെന്റലിസത്തിന്റെ ഒരു ഭാഗമാണ്. ഇപ്പൊ പ്രിയന്റെ മുഖത്ത് പുച്ഛമല്ലേ? ക്യൂരിയോസിറ്റിയാ? അല്ല, പുച്ഛം. എവിടെ? ഞങ്ങൾക്ക് കാണുന്നില്ലല്ലോ. ആ എനിക്ക് കാണും. എങ്ങനെ? അത് ഈ എന്താ പറയുക, പ്രസൻസ് ഓഫ് മൈൻഡ്, ഒബ്സർവേഷൻ, അത്രേ ഉള്ളൂ. ഓഹോ, അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ കയറി വന്നപ്പോ എത്ര സ്റ്റെപ്പ് ഉണ്ടായിരുന്നു പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. 15. ഇവിടെ എത്ര റൂംസ് ഉണ്ട്? 12. അല്ല, അപ്പൊ ഇപ്പഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ? ഞാനും അതെ. ഇതാ പഠിപ്പല്ല, നിന്റെ പഠിപ്പ് വേറെ അല്ലേ? എന്ത്? സ്കൈപ്പിൽ വരും ഷിബുക്കുട്ടൻ, മൂവ് ബാക്ക് പറയും ഷിബുക്കുട്ടൻ. അത് സ്കൈപ്പിൽ ഞാനൊരു ഓൺലൈൻ കോഴ്സ് ചെയ്തിരുന്നത്. പറയട്ടെ. ഡെന്നിയുടെ സെറ്റപ്പ് ആണല്ലേ? നിന്റെ കൈ പുറകിലേക്ക് പോയില്ല. ചെരുപ്പിടാലോ അല്ലേ? ഓക്കെ. ഇവിടെ ഇരുന്നപ്പോഴാ അന്ന് അവളെ മൊബൈലിൽ ഫോട്ടോ എടുത്തപ്പോ കാണാതായത്. എവിടെ ഇരുന്നപ്പോ? ഇവിടെ ഇങ്ങനെ ഹാഫ് ചന്തിയില്. നിങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു? ഇല്ല, അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓ, എന്റെ ഫ്രണ്ടാ. സ്പാനിഷ് ഫ്ലൈ. ഒന്നും നടന്നില്ലായിരുന്നു. ഇതിൽ നിന്നാ അന്ന് രാത്രി നോക്ക് വന്നു. ഓക്കെ. ഷിബു ഒറ്റയ്ക്കായിരുന്നു? ആ. എന്ത് ചെയ്യായിരുന്നു? പറയ്.
അല്ല സ്കൈപ്പില്. ഓ അതാണ് ഓൺലൈൻ കോഴ്സ്. എല്ലാവരും മിടുക്കന്മാരാണല്ലോ. ഞാൻ ഡീസൻ്റ് ആണ്. ആ അല്ല ഞാൻ ഡീസൻ്റ് ആണ്. ഓ ഇവിടെ വെച്ചാണ് പ്രേതം ഞങ്ങളുടെ ഫോട്ടോ എടുത്തത്. ആ ശരി. കിട്ടാത്തോണ്ടല്ലോടാ നാളെ നീ ഡീസൻ്റ് ആണെന്ന് പറഞ്ഞു. ഫോട്ടോഗ്രാഫർ പ്രേതം. ഇവിടെ ഒന്നുമില്ലെന്നേ, നിങ്ങൾക്ക് വെറുതെ തോന്നണത്. അയ്യോ അല്ല, ഉണ്ട് ഉണ്ട് ഉണ്ട്. ഒന്നെങ്കിൽ ഇവിടെ പ്രേതമുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രാന്തുണ്ട്. നോക്കട്ടെ മൊബൈൽ. ഒരു ചുക്കൂല്ലെന്നേ. അല്ല ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ആള് വല്ലതും പുറത്തേക്ക് പോയിട്ടുണ്ടാവും. വെയിറ്റ് ചെയ്യാം. അറിവുണ്ട് കണ്ടു. അല്ല ഇന്നലെ പ്രേതം വന്ന ഈ TV-യിലാണ്. പ്രേതമില്ലല്ലോ, നിങ്ങളല്ല വന്നേ. അതിന് ഞാൻ ഇവിടെ നിൽക്കാട്ടോ. സച്ചിൻ പോയ പിന്നെ എനിക്ക് എന്തോ ക്രിക്കറ്റ് ഇഷ്ടമല്ല. എന്തോ ഒരു കണക്ഷൻ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ലേ. വെയിറ്റ്. It's here. എന്താ ജോൺ? എന്റെ കൈയും കാലും മറക്കുന്നു. ഏയ് ജോൺ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളൊന്നും ചെയ്യാനുള്ള ശക്തി അതിനില്ല. ജോൺ ഇതിന്റെ മുകളിൽ നിന്ന് തല കുത്തി വീണ്ട് ജോണിനൊന്നും പറ്റിയില്ല. പനി പിടിച്ച നിനക്ക് ഇങ്ങനെ എങ്ങനെയാടാ? നീ ഇത് കുടിക്കുക. നീ ഉണ്ടാക്കിയതാണോ? അതെടാ. എന്നാലും കളക്കം കൊടുക്കും. ആ സായിപ്പുമാർ ചെക്കൗട്ടായ പേടിച്ചിട്ടാടാ. ഇന്നലെ ഇവിടെ മൊത്തം സീനായല്ലോ. സാരല്ലടാ, എല്ലാം ശരിയാവും. ഇനി എന്ത് ശരിയാവാനാണ്? കിട്ടി, കംപ്ലീറ്റും കിട്ടി. എന്ത്? ജോൺ ഡോൺ ബോസ്കോ എന്ന ബുദ്ധിരാക്ഷസൻ തെണ്ടിയുടെ കംപ്ലീറ്റ് ചരിത്രം. പക്ഷേ അവൻ അറിഞ്ഞില്ല, അവനെ വിറ്റ് പോക്കലിട്ട ബുദ്ധി ഈ ഡെന്നി കൊക്കിനുണ്ട്. നീ നിന്ന് തിരുവാതിര കളിക്കാതെ സമാധാനമുള്ള വല്ല കാര്യം പറയണ്ട ഡെന്നി. സമാധാനം തരുന്ന വാർത്ത മാത്രമേ ഉള്ളൂ മക്കളെ. അച്ഛൻ പറഞ്ഞ പോലെ ഒരു മാങ്ങാത്തൊലി അല്ലേ. പിന്നെ കോളേജിൽ ലൈബ്രറിയൻ ആയിരുന്നല്ലോ നമ്മുടെ ഡാഗിനി. അവിടെ പഠിക്കാൻ ചെന്നപ്പോ പരിചയപ്പെട്ടതാണ് ഈ യങ് ജോണിനെ. 2 ഓർഫൻസ്. ഓക്കെ, സ്നേഹം, സെന്റിമെന്റ്സ്. അവസാനം അയാൾ അവർക്കൊരു മോനെ പോലെ. അയാൾ അവരെ മമ്മ എന്ന് വിളിച്ചു. എന്റെ പൊന്ന് ഡെന്നി, നാടകം അവസാനിപ്പിക്കുക. എനിക്ക് പനി കൂടും. കോളേജ് പഠിത്തം കഴിഞ്ഞ് കുറെ കാലം അയാൾ നമ്മളെ പേടിപ്പിച്ച പോലെ ഇവിടെ ലൊട്ടിലൊടുക്ക് പരിപാടിയായിട്ട് നടന്നു. പിന്നെ ഏതൊരു കപ്പലിൽ ജോലി കിട്ടിയപ്പോ അങ്ങോട്ട് പോയി. വല്ലപ്പോഴും ലീവിന് വരുമ്പോ ഡാഗിനിയുടെ വീട്ടിൽ താമസിക്കും. അത്രേ ഉള്ളൂ. അത്രേ ഉള്ള? അത്ര തന്നെ ഇല്ല. നമ്മളെല്ലാരും കൂടി പറഞ്ഞ് പറ്റിക്കായിരുന്നടാ. നീ എന്താണ് പറഞ്ഞു വരുന്നത്? ദൃശ്യം. ഇറ്റ് വാസ് എ പ്ലേ. ആ കിളവിയും അച്ഛനും എല്ലാരും എനിക്ക് കൂട്ടുന്നു. നമ്മുടെ മുന്നിൽ ഇല്ലാത്തൊരു പ്രേതത്തിന്റെ കഥ ഇവരെല്ലാരും കൂടി തുറന്നു വെച്ചു. റിവൈൻഡ്, റിവൈൻഡ്. എടാ, നമ്മുടെ ഈ റിസോർട്ട് ഡാഗിനിക്ക് എന്നൊരു ഭീഷണിയായിരുന്നു. അന്ന് ആ കണ്ണാടി പൊട്ടിക്ക് അച്ഛൻ തന്നെയായിരുന്നു. ആരോ തള്ളിയിട്ടതായി അഭിനയിക്കായിരുന്ന തെണ്ടി ജോൺ.
എടാ ഇത്ര ഹൈറ്റിൽ നിന്ന് വീണ്ടും പുഷ്പം പോലെ അയാൾ എണീച്ചു പോയത്. ആരാ നിന്നോട് ഇതൊക്കെ പറഞ്ഞ? എന്റെ ബുദ്ധി. ഗോസ്റ്റ് ഹൗസിലെ നെടുമുടി വേണുവാടാ ഡാഗിനിയും ജോണും. അവരുടെ ലക്ഷ്യം ചുളുവിലേക്ക് ഈ റിസോർട്ട് നമ്മുടെ അടിച്ചു മാറ്റാന്നുള്ളതാണ്. പക്ഷെ നമ്മളപ്പോ മൊബൈലിൽ കണ്ടതൊക്കെയോ? എടാ നിന്റെ മൊബൈലിന്റെ പാസ്വേഡ് നിന്റെ മനസ്സിൽ നിന്ന് ചൂഴ്ന്നെടുക്കുന്ന മെന്റലിസ്റ്റ് ആണ് അയാൾ. അവനാണോ അതൊക്കെ ചെയ്യാൻ പാട്? ഇവിടെ പ്രേതബാധയുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ റിസോർട്ട് അവർക്ക് പൊട്ടിക്കണം. അത് തന്നെയാണ് അവർക്ക് വേണ്ടത്. തെണ്ടികൾ. അവർ അടുത്ത കരുക്കൾ നീക്കുന്നതിന് മുമ്പ് ഞാൻ അമ്മനോരുകിടെ എല്ലു. എന്നെ തല്ലിയാലും കൊന്നാലും എനിക്ക് മറിച്ചൊന്നും പറയാനല്ല സാറേ. 22-ാം തീയതി രാവിലെ ഞാൻ മേഴ്സിക്കുട്ടിയുടെ വീട്ടിൽ പോയിരുന്നു. അവിടെ ഒരു സ്ഥലക്കച്ചവടത്തിന്റെ കാര്യം സംസാരിക്കാനാ. വില കൊണ്ട് ഒത്തില്ല. പിന്നെ ഞാൻ നേരെ കോതോക്കലത്തേക്ക് പോയി. അവിടെ വേറൊരു സ്ഥലക്കച്ചവടത്തിന്റെ കാര്യം ഉണ്ടായിരുന്നു. നമ്മുടെ സൈബർ സാറിന്റെ. ഇത് നമ്മുടെ വയറ്റിപ്പഴമല്ലേ സാറേ. മേഴ്സ് എനിക്ക് പെങ്ങളെ പോലെയായിരുന്നു സാറേ. ഞാൻ അവളെ കൊല്ലൂല. ഇനി എന്നെ തല്ലല്ലേ സാറേ. കേട്ടില്ലേ? 2 ആഴ്ച ചോദ്യം ചെയ്തിട്ടും അവ ഇത് തന്നെ പറയണം. അയാൾ ഇത് തന്നെയാണ് പറയുന്നതെന്നാണോ ഇത് മാത്രമാണ് പറയുന്നതെന്നാണോ? ഓൾമോസ്റ്റ് വേർഡ് ബൈ വേർഡ്. വൈ? Then he is lying. തെറ്റ് ചെയ്യാത്ത ഒരാളെയാണ് കണ്ടിന്യൂസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതെങ്കിൽ ഒന്നുകിൽ അയാൾ ചൂടാവും, അതല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് കൂട്ടിച്ചേർത്ത് അയാൾ സ്റ്റേറ്റ്മെന്റ് കൺവിൻസിങ് ആക്കും. ഹി ഈസ് റിപ്പീറ്റിംഗ് ദ സെയിം തിങ് മീൻസ് ഇറ്റ്സ് ബിൻ റിഹേഴ്സ്ഡ്. അദ്ദേഹത്തിൻ്റെ ടൊണാലിറ്റിയിലും പ്രോബ്ലംസ് ഉണ്ട്. സോ യു തിങ്ക് ഈസ് ദ ക്രിമിനൽ? ഇദ്ദേഹം അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് അറിയാവുന്ന ഒരാൾ. അല്ല, എനിക്ക് മനസ്സിലാവാത്തത്, ഞാൻ മനസ്സിലൊരു കാര്യം ആലോചിക്കുന്നു. അത് കള്ളമാവാം, സത്യമാവാം. എൻ്റെ എക്സ്പ്രഷൻ ആയിരിക്കില്ലല്ലോ മറ്റൊരാൾക്ക്. രണ്ടുപേരുടെ എക്സ്പ്രഷൻ ഡിഫറെൻ്റ് ആയിരിക്കില്ലേ? ആണെന്നുള്ളതാണ് സത്യം. മുഖങ്ങൾ മാറും, പാറ്റേൺ റിമൈൻസ്. എടാ, ഇത് നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യണം. പല കേസുകൾക്കും ഇത് ഹെൽപ്ഫുൾ ആവും. പിന്നെന്താ, പൈസ തന്നാൽ മതി. അല്ല, എന്താ ഇനി പ്ലാൻ? ഇവിടെ തന്നെ ഉണ്ടാവോ അതോ പഴയ വില ഓടിപ്പോവും? അതറിയായിരുന്നെങ്കിൽ ലൈഫ് എന്തൊരു ബോറായി പോയാണ്. അവനൊറ്റ ചവിട്ടിനും ഞാൻ വരണോ? പോലീസ് ആദ്യത്തെ പൊക്കി കാണും. ഫ്രോഡല്ലേ? വള്ളിനിക്കരായിട്ട് വരുന്നുണ്ടില്ലേ? ഡോക്ടർ സണ്ണിയുടെ കോസ്റ്റ്യൂം ഇട്ട് നമ്മൾ പറ്റിക്കാന്ന് വിചാരിച്ചു. എന്റെ ശിഷ്യത്വം സ്വീകരിക്കാൻ പോകാന്ന് പറഞ്ഞിരിക്കുക മാലിനി. ഉള്ള ഡോക്ടർ പണി മര്യാദയ്ക്ക് ചെയ്യാൻ പറ അവളോട്. മോർണിംഗ്. മോർണിംഗ്. ഇതൊക്കെ എൻ്റെ ഇവിടുത്തെ ഫ്രണ്ട്സാണ്. ഡെന്നി, ഷിബു, പ്രിയൻ. ഹായ്. ഇവർക്ക് ഇവിടെ നല്ലൊരു ഉഗ്രൻ റിസോർട്ട് ഉണ്ടാ. ഓ, ഇസ് ഇറ്റ്? യു ഷുഡ് വിസിറ്റ് സം ടൈം. ഡെഫിനറ്റ്ലി, നെക്സ്റ്റ് ടൈം. അപ്പോൾ ശരി. എടാ, നീ നാളെ വീട്ടിൽ വരില്ലേ? എടാ ഒരു മിനിറ്റ്. നീ എന്നെ മൊബൈലിൽ കാണിച്ച് കക്ഷിയായിട്ടൊരു മീറ്റിംഗ് നാളെ അറേഞ്ച്. ഇത് നമ്മളെ വലയ വീട്ടാനുള്ള പുതിയ നമ്പർ അല്ല, ഇത് കമ്മീഷണർ തന്നെ. ഞാൻ എത്ര തവണ കണ്ടിട്ടുണ്ട് സ്കൈപ്പില, ടിവിയിൽ. ഓക്കെ. ആകാശ് കുര്യൻ ഏതെങ്കിലും കമ്മീഷണർക്ക് പേര് കേട്ടിട്ടുണ്ട്? ദേവൻ IBS ഇന്ത്യൻ ബിരിയാണി സർവീസ്. എന്താ കമ്മീഷണർക്ക് ഇവിടെ? ചില കേസുകൾക്ക് ഞാൻ അവർക്ക് കൺസൾട്ടിങ് ചെയ്യാറുണ്ട്. ആ, പുതിയ തള്ളു വേറെ എന്താ? റിസോർട്ടിലെ പ്രേതമല്ലല്ലോ ഇപ്പം നിങ്ങളുടെ പ്രശ്നം. അതെ. നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ല. വേണ്ട, യു ആർ ഫ്രീ ടു ലീവ്. അല്ല, അങ്ങനെ ഇംഗ്ലീഷ് പറഞ്ഞിട്ട് എങ്ങനെ ശരിയാവണേ? അതെ, പ്രേതത്തിനെ പേടിക്കണ്ട, അതിന് ശക്തിയില്ല എന്നൊക്കെ നിങ്ങൾ വലിയ ഡയലോഗ് അടിച്ചിട്ട് പിന്നെ ഇങ്ങനെ നിങ്ങൾ തള്ളിയിട്ട് ഡയലോഗ് അടിച്ചാൽ നീ എന്ത് ചെയ്യൂടാ? ഇതേ കൊക്കുമാരത്തെ എനിക്ക് ശരിക്കറിയില്ല. എന്താ കാണിക്കണ കോക്ക? കാണിച്ചു. എന്താ പ്രോബ്ലം? ഏയ് ഒന്നുമില്ല അമ്മ, കണ്ടില്ല? ഇത്രേ ഉള്ളൂ സംഭവം. ഡെന്നിയെ ഞാൻ ചൊറിഞ്ഞു, ഡെന്നി എന്നെ തള്ളി. ഇത് തന്നെ അവിടെ സംഭവിച്ചുള്ളൂ. ഞാൻ അതിനെ ചൊറിഞ്ഞു, അത് റിയാക്ട് ചെയ്തു. ദാറ്റ്സ് ഓൾ. എന്താ പിള്ളേരെ, നിങ്ങളുടെ പ്രശ്നങ്ങളൊന്നും അതിൽ തീർന്നില്ലേ? ഇവരൊക്കെ തന്നെയല്ലേ പ്രശ്നം. ഞങ്ങളെന്ത് പ്രശ്നം? മമ്മ, ഇവരുടെ റിസോർട്ട് അടിച്ചു മാറ്റാൻ വേണ്ടി ഞാനും മമ്മയും കൂടി അവിടെ പ്രയത്നം ഇറക്കിയെന്ന് വിചാരിച്ചിരിക്കണേ. അങ്ങനെ വിചാരിക്കുന്നതിൽ ഇപ്പൊ എന്താ തെറ്റ്? എനിക്കെന്തിനാ പിള്ളേരെ നിങ്ങളുടെ റിസോർട്ട്? നിങ്ങളിരിക്കെ, ഞാൻ ചായ എടുക്കാം. വേണ്ട മമ്മ, മമ്മ ചിലപ്പോൾ അതിനകത്ത് വിഷം ചേർത്തുണ്ടെങ്കിലോ അല്ലേ? അതെങ്ങനെ മനസ്സിലായി? ഞാനിപ്പോ മനസ്സിൽ വിചാരിച്ചോളൂ. എടാ പിള്ളേരല്ലേ. അതന്നെ. ചായ വേണോ? കാപ്പി മതി. മമ്മ, വിഷം ചേർക്കേണ്ട ഒരു 3 കാപ്പി. നിങ്ങളെ കുറിച്ച് 100 കഥകളാണല്ലോ ബൈക്ക് കേൾക്കുന്നത്. ഓ, എന്താണോ കേട്ടത്? ഞാനും ഡാഗിനിയും തമ്മിൽ എന്തെങ്കിലും ഔഹിതം ഉണ്ടെന്നാണോ? നമ്മുടെ നാട്ടുകാരല്ലേ. എൻ്റെ ലൈഫ് വളരെ സിമ്പിളാണോ? ഇതാണോ സിമ്പിൾ? ഷെർലക് ഹോംസ് ആകാനായിരുന്നു കുട്ടിക്കാലത്തെ ഏറ്റവും വലിയ ആഗ്രഹം. ഊച്ചാടി ഫ്ലാഷ് ബാക്ക്. അതിനുവേണ്ട സെറ്റപ്പൊന്നും ഓഫനേജില്ലല്ലോ. കോളേജിൽ വെച്ച് മമ്മയെ പരിചയപ്പെടുന്നത് ഒരു ടേണിംഗ് പോയിന്റ്. ചൂണ്ടിടാൻ ബെസ്റ്റാ. ക്രൂയിസിൽ ജോയിൻ ചെയ്യുന്നത് വേറൊരു ടേണിംഗ് പോയിന്റ്. ഇപ്പം നിങ്ങളെല്ലാവരും പരിചയപ്പെട്ടത് പുതിയൊരു ടേണിംഗ് പോയിന്റ്. അത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങളും. ടേണിംഗ് പോയിന്റ് പെരുന്നാളാണല്ലോ. കപ്പലിൽ എന്തായിരുന്നു ജോലി? കപ്പിത്താൻ.
ഇതൊക്കെ തന്നെ പ്രോഗ്രാം, ഷോസ്, കുറച്ച് സമയം ജോലി, കൂടുതൽ സമയം യാത്ര, പഠിത്തം, ബുക്സ്, റിസർച്ച്. രസമല്ലേ? മെക്കൽപ്പ ജോൺ. അല്ല, സോറി. അതിനിപ്പോൾ വേറെന്താ പറഞ്ഞ? മെക്കൽപ്പ, സോറി. അത് കാര്യാക്കണ്ട, ഇവൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അനൂപ് മേനോൻ, അവന് ഈ സ്വഭാവമാണ്. അതെ, ഇന്നലെ അവിടെ നടന്നൊക്കെ സത്യമാണോ? ശരിക്കും അവിടെ പ്രേതമുണ്ടോ? നിങ്ങൾക്ക് അതുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണെന്നറിയാം. ഇല്ല. ഒരു തിരക്കുള്ള റോഡിൻ്റെ 2 സൈഡിൽ നിൽക്കുക നിങ്ങളോ അവർ. നിങ്ങൾക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഈ നടുക്കുള്ള ട്രാഫിക് ഇല്ലാതാവണം. നിങ്ങളുടെ ചിന്തയാണ് ഈ ട്രാഫിക്. ഓഹോ, നിനക്ക് വല്ലതും മനസ്സിലായോ? പിന്നെ ട്രാഫിക് ബ്ലോക്ക് അല്ലേ? ഡെന്നി, എന്തോ? എനിക്ക് ആ സുഹാനിസയെ ഒന്ന് പരിചയപ്പെടാൻ പറ്റുമോ? എന്തിന്? ആ, അതിനെന്താ, സൂംബ ക്ലാസ് ഒക്കെ എപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഈ കഥയിലെ കുരുക്കിന്റെ കീ ചിലപ്പോൾ ആ കുട്ടിയുടെ കയ്യിലായിരിക്കും. ഏയ്, അവള് ഭയങ്കര അലമ്പാട്ടോ ഡോൺ. ഓക്കെ, ഞാനിപ്പോൾ പ്രിയനെ ടച്ച് ചെയ്യാൻ വേണ്ടി പോകും. പക്ഷെ അത് ഫീൽ ചെയ്യുന്നത് അനുജയ്ക്കായിരിക്കും. ഓക്കെ? ഓക്കെ. Did you feel it? No. ചമ്മി. Okay. Close your eyes. Close. കൈയടിച്ചേക്ക്, പയ്യനൊന്ന് ചൈൻ ചെയ്യട്ടെ. കള്ളം പറയുന്ന അത്ര നല്ല സ്വഭാവമല്ല അനുജ. കുറഞ്ഞു കഴിഞ്ഞു. എല്ലാം ഒക്കെ ആയിരുന്നില്ലേ? ഹായ്. ഈ ഒരാളെ നുള്ളുമ്പോ മറ്റൊരാൾക്ക് എങ്ങനെയാ വേദന എടുക്കുന്നത്? അതിൽ വലിയ സീക്രട്ട് ഒന്നുമില്ല. ഈ ഇരട്ട കുട്ടികളിൽ ഒരാൾ നുള്ളിക്കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് വേദനിക്കുന്ന കേട്ടിട്ടില്ലേ? ആ. അതുപോലെ എല്ലാവരും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. വി ഹാവ് ടു ഫിയർ ഇറ്റ് ഔട്ട്, അത്രേ ഉള്ളൂ. പക്ഷേ പ്രിയനും അനുജും തമ്മിൽ അങ്ങനെ ഒരു കണക്ഷൻ അല്ലല്ലോ, പിന്നെ എങ്ങനെയാ? എല്ലാം പറഞ്ഞ പിന്നെ എൻ്റെ സുഖം പോയില്ലേ. Call it a gift. ഓക്കെ. എൻ്റെ കൂടെ ഒരു കോഫി കുടിക്കാൻ താല്പര്യമുണ്ടോ സുഹാനസിക്ക്? ഐ മീൻ എ റിയൽ ഹോട്ട് കോഫി. ഇവളെ പരിചയപ്പെടണമെന്ന് അങ്ങേര് പറഞ്ഞപ്പോഴേ ഞാൻ ഊഹിച്ചത്. ഇത് പ്രേതത്തെ പിടിക്കാനൊന്നുമല്ല, പിന്നെ ഇത് മറ്റേത് തന്നെയാ. ആ മൊട്ടത്തലയും മോന്തയും കണ്ട് അറിഞ്ഞൂടെ കോഴിയാണ്. വരുന്നുണ്ട്, ആരും മൈൻഡിയല്ല. ആ, ഞങ്ങൾ അകത്തുണ്ടേ. റൂം ലോക്ക്ഡ് അല്ലല്ലോ? ഓ, പൂട്ടിയിടായിരുന്നു. അല്ല, 2 കോഫി അകത്തേക്ക് എടുത്തു. എൻ്റെ അച്ഛനോട് ചോദിക്കും. I'll just be back. അയ്യോ, ആ സ്പാനിഷ് ഫ്ലൈ തിരിപ്പുണ്ട്. ആ തെണ്ടിക്ക് പുറത്തിരുന്ന് കാപ്പി പിടിച്ചിറങ്ങില്ലേ? മെന്റലിസ്റ്റ് ആവുമല്ലോ വഴിയുണ്ടോടാ. എൻ്റെ 6 മാസത്തെ പണി അവൻ 5 മിനിറ്റ് കൊണ്ട് വളച്ചെടുത്തൊന്നും പോണു. ഏയ്, Sorry. There's something really special about your eyes. You know that? ഓ അങ്ങനെയൊക്കെ ഉണ്ടോ? Can I take one pic? No. Later. No. 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 ഏയ്, അവിടെ പോയിരിക്കും. ഏയ്, ചിരിക്കേ.
നിനക്കൊരു ടെൻഷൻ ഇല്ലടാ. പിന്നെ എന്റെ കുഞ്ഞമ്മയുടെ മോളല്ലേ ഇത്. നോക്കണ്ട. അവന്റെ മുഖത്തൊരു സന്തോഷമൊന്നുമില്ലല്ലോ. അവളോട് പഞ്ഞി കിട്ടാ. നാളെ വീട്ടിൽ വരില്ലേ? വീട്ടിലാ? ട്രൈ ചെയ്താ പോരാ. യു മസ്റ്റ് കം. ഓക്കെ, ബൈ. ടച്ചിങ്സ്. ബൈ. ഓ ബൈ. എന്തായി? എന്ത്? അവളുടെ മേത്താരുടെ ബാധ കൂടിയതല്ലേ? ഈ ബാധ എന്നൊക്കെ പറയുന്നത് മനുഷ്യരെ പറ്റിക്കാനുള്ള ചിലരുടെ നമ്പറല്ലേ? ഷീസ് പെർഫെക്റ്റ്ലി നോർമൽ. പാവം കുട്ടിയില്ലേ? വെറുതെ തെറ്റിദ്ധരിച്ചു. അപ്പൊ ഇവിടെ ഒരു കുഴപ്പമില്ലെന്നാണോ പറയുന്നത്? കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ ഒരാളുണ്ട്. സുഹാനിസ് അല്ലെങ്കിൽ പിന്നെ അതാരാ? അതിന് ഞങ്ങളോട് ഇത്ര ദേഷ്യം എന്താ? ജോൺ, വാട്ട്സ് ദ സൊല്യൂഷൻ? I don't know. We'll try. ജോണേ, ഈ കൊളസ്ട്രോൾ അങ്ങ് പിടിവിടുന്നില്ലടാവേ. മെഡിറ്റേഷൻ കൊണ്ട് വല്ല കുറവും ഉണ്ടാവോ? എനിക്ക് പിന്നെ ഈ ഉറക്കം കളഞ്ഞുള്ള നടത്തം രാവിലെ അങ്ങ് ഒഴിവാക്കാമായിരുന്നേ. പ്രാർത്ഥനയേക്കാൾ വലിയ മെഡിറ്റേഷൻ ഉണ്ടാച്ചോ? ഈടായിട്ട് പ്രാർത്ഥിക്കുമ്പോഴും കോൺസെൻട്രേഷൻ കിട്ടുന്നില്ലടാ. ഞാൻ നിന്നെ കണ്ടൊന്ന് ഡിസ്കസ് ചെയ്യാൻ ഇരുന്നതാ. അച്ചോ, ആ പിള്ളേർ നല്ലവരാണോ അച്ചോ? അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? ഈ റിസോർട്ട് വാങ്ങിച്ച പിന്നെയുള്ള പരിചയമുള്ളൂ എനിക്ക്. അതെത്ര മുമ്പാ? ഒരു കൊല്ലമായി കാണും. എന്താടാ? കുറെ നേരമല്ലോ നീ ഇതും പിടിച്ചിരിക്കാൻ തുടങ്ങിയിട്ട്. എന്താ കാര്യം? ഇന്ന് മുഴുവൻ ഞാൻ ഈ ക്യാമറ റോൾ ചെയ്ത് വെച്ചിരിക്കുന്നു. എന്തെങ്കിലും പാരാനോർമൽ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ ഇത് ക്യാച്ച് ചെയ്യും. ഹൈ സ്പീഡിൽ ചെക്ക് ചെയ്താൽ മതി. ആര് പറഞ്ഞു? യൂട്യൂബ്. ഓ അത്രേ ഉള്ളോ? ഞാൻ വീഴ്ച വേറെന്നില്ല, വെറുതെ മഞ്ചിനെ പേടിപ്പിക്കും. അതൊക്കെ ചുമ്മാ പറഞ്ഞിട്ടുണ്ടാക്കുന്നത്. അല്ലടാ, ഇതുപോലത്തെ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ വീഡിയോസ് കാണിച്ചുതരാം. ഈ കോഞ്ചറിംഗ് ഒക്കെ പണ്ട് അമേരിക്കയിൽ നടന്ന സംഭവമല്ലേ? അത് അമേരിക്കല്ലേ, ഇത് ഇന്ത്യ. പട്ടിണി പാവങ്ങളുടെ കൂട്ടിക്കൊടുക്കുക ഇന്ത്യ. ഓടാട് നോക്കടാ. കാണിച്ചേ. ബാത്റൂം ഡോർ ഓപ്പണായി, ലൈറ്റ് ഓണായി. ഇന്ന് മുഴുവൻ ഈ റൂം ലോക്ക്ഡ് ആയിരുന്നില്ലേ? ഇവിടെ എന്തുണ്ട്? എന്ത്? എനിക്കും ഫീലിംഗ് ഉണ്ട്. ആരാത്? എവിടെയാടാ? അതിൽ തുറന്നു, അടഞ്ഞു, ലൈറ്റ് ഓണായി അല്ലേ? ആപ്പിൾ വേണമെന്നോ?
ചെല്ലടാ. ഓ വിളിച്ചതാണല്ലേ. അയ്യോട്ടോണേ, ഞാൻ എൻ്റെ അകത്തേക്കില്ല. അതല്ല, എൻ്റെ ലാപ്ടോപ്പ് തുറന്നാൽ സ്പാനിഷ് ഫ്ലൈ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്, അതൊന്ന് ഓപ്പൺ ചെയ്യും. ഇയാള് ഓപ്പൺ ചെയ്തു. ഇനി എന്ത് ചെയ്യണം? അതിലൊരു പെൺകുട്ടിയുടെ പടമില്ലേ? എനിക്ക് എങ്ങനെ കുട്ടിയെ പരിചയം? ആരത്? മനുഷ്യനോട് ഉറങ്ങിയിട്ട് ദിവസങ്ങളായി, അപ്പോഴേ ഒരു ഫോട്ടോ. ഈ മുഖം ആരുടെയാണെന്ന് എനിക്കും അറിയില്ല. ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഈ മുറിയിൽ വെച്ച് ഞാൻ അവളെ കണ്ടു. അതിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഞാനിന്ന് രാവിലെ വരെ ട്രൈ ചെയ്യായിരുന്നു. എനിക്ക് പറ്റുന്നില്ല. സോ യു ഗൈസ് ഹാവ് ടു ഹെൽപ്പ് മീ. സത്യമായിട്ട് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ഗോഡ് പ്രോമിസ്. ഞങ്ങൾ നുണയാണോ പറയുന്നതെന്ന് ഞങ്ങളുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിഞ്ഞൂടെ ബൈ? നിങ്ങൾ വലിയ മെന്റലിസ്റ്റും മൈൻഡ് റീഡറും ഒക്കെ അല്ലേ? ഡെന്നിക്ക് ഭാര്യയായിട്ടല്ലാതെ വേറെ ആരെങ്കിലുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടോ? എവിടെ നിന്ന് കിട്ടാനാ? ഭാര്യയായിട്ട് എന്നെ വല്ലതും നടന്നിട്ടുണ്ടോയെന്ന് എനിക്ക് സംശയമാണ്. പ്രിയൻ, എനിക്കും എൻ്റെ ഭാര്യയായിട്ട് ഒരു കണക്ഷനില്ല. ഒരിക്കൽ റെഡ് സ്ട്രീറ്റിൽ പോയിട്ടുണ്ട്. എപ്പോ? അല്ല, പോയിന്നുള്ളൂ. അവിടെ ചെന്നപ്പോ അച്ഛനുണ്ടായിരുന്നു അവിടെ? അല്ല, അച്ഛനെ ഓർത്തപ്പോ ഇറങ്ങി പോന്നു. ഷിബുവിനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നില്ലേ? അവളുടെ കല്യാണം കഴിഞ്ഞൊരു കുട്ടിയായി. കോളേജ് തൊട്ട് എങ്ങനെയാ, ഇവനെ ആരെ പ്രേമിച്ചാലും കരക്കാർ കെട്ടിക്കൊണ്ട് പോകും. ഇവനിങ്ങനെ ഇരിക്കും പഴം പോലെ. ഷിബു പറയണം. ഐ എം സ്റ്റിൽ എ വെർജിൻ. അപ്പൊ നിന്റെ സണ്ണി ലിയോണിനെ പോലുള്ള അമേരിക്കൻ ഗേൾ ഫ്രണ്ടോ? അതെൻ്റെ ഓരോ ആഗ്രഹങ്ങളല്ലേ. ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. നടക്കുമായിരിക്കും. ഏയ് നോക്കട്ടെ. ഓ നൈസ് വാച്ച്. ഗിഫ്റ്റ്? ഏയ് ഗിഫ്റ്റ് പോലെ. എഴുസിനി നീ ഇത് പറ. യേശു മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അപ്പൊ സത്യത്തിൽ യേശുവിന്റെ ബർത്ത്ഡേ എന്നാ? ക്രിസ്മസിനാണോ ഈസ്റ്ററിനാണോ? അപ്പൊ പിന്നെ പുള്ളി എന്നാ മരിച്ചത്? മുറ്റടിക്കാൻ തുടങ്ങി അപ്പൊ തുടങ്ങിക്കോളൂ ഓരോ സംശയങ്ങളും ചോദ്യങ്ങളും. ഈ കുരുട്ടടയ്ക്ക് മിക്കവാറും എന്റെ കൈ കൊണ്ട് തന്നെ ചാവും. ഞാൻ ബൈബിളിലെ കാര്യമല്ലേ ചോദിച്ചല്ലോ. ഏയ് നല്ല ക്വസ്റ്റ്യൻ ആണല്ലോ യേശു. പക്ഷെ ആരും എന്നെ മനസ്സിലാക്കണല്ലോ സാറേ. ചെറുപ്പത്തിൽ എനിക്കും ഈ സംശയം ഉണ്ടായിരുന്നു. നല്ല ടീഷർട്ട് 100 രൂപ. സാറേ, സാറിന്റെ മറ്റേ മൈക്രോവേവ് പരിപാടി ഇല്ലേ? മൈക്രോ അവനല്ല, മൈക്രോ എക്സ്പ്രഷൻ. അന്ന് എനിക്ക് പഠിപ്പിച്ചു തരാൻ പറ്റുമോ? ഞാൻ കുറെ നോക്കിയതാ. അതിനൊക്കെ കുറെ സമയം എടുക്കുക വെച്ചു. എനിക്ക് തന്നെ 10-20 കൊല്ലം എടുത്തു. ഈ റിസോർട്ട് തോമസ് സാർ പണിയുമ്പോൾ മുതൽ യേശു ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ. അദ്ദേഹം ഇപ്പോൾ കുവൈറ്റിലല്ലേ? അല്ല, അവര് അമേരിക്കയിൽ ഷിഫ്റ്റ് ചെയ്ത് പോയില്ലേ ആ കൊച്ചിന് അസുഖം വന്ന പിന്നെ? ഏത് കുട്ടിക്ക്? തോമസ് സാറിന്റെ മോക്ക്. ആ കൊച്ചിന്റെ പ്ലാനല്ലേ ഈ റിസോർട്ട് മുഴുവൻ സാറേ. ഓ, ആർക്കിടെക്റ്റ് ആയിരുന്നല്ലേ? അതറിയാൻ പാടില്ല. എന്താ കുട്ടിയുടെ പേര്? മായ. കൂതറ ഫോണാണല്ലോ, ബ്ലൂടൂത്ത് ഉണ്ടോ? ഇതല്ല കുട്ടി. ഇതാരാണ്? അറിയില്ല. എനിക്ക് ഒറ്റ പ്രാവശ്യം ഒരാളൊക്കെ ഉണ്ടാൽ മതി, അപ്പം അറിയാൻ പറ്റും. ഓ, എന്തായിരുന്നു തോമസ് സാറിന്റെ മോളുടെ അസുഖം? അസുഖം? എന്തസുഖം? ഒരു അസുഖം ഉണ്ടായില്ലല്ലോ. യേശു നിക്ക്. ഏയ് നിക്കാൻ ശരിക്കും വിരിക്കണ വെറുതെ. സത്യം പറഞ്ഞാൽ കൊന്നുകളയും ഞാൻ. പറടാ, എന്താ കുട്ടിക്ക് പറ്റിയത്? സാറേ, തോമസ് സാറിന്റെ മോളുടെ അസുഖത്തിന്റെ കാര്യം ആരോടും പറയുന്നത് തോമസ് സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ കൂടുതൽ എനിക്കൊന്നും അറിയാൻ പറ്റില്ല. എന്നെ നശിപ്പിക്കരുത്. അയ്യോ, ഞാൻ അത്രക്കാരനല്ല സാറേ. എന്നെ നശിപ്പിക്കരുത് പ്ലീസ്. താങ്ക് യു. അമേരിക്കയിലെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് മായ ഇപ്പം തിരിച്ച് ദുബായിൽ പഴയ ഫേമിൽ ജോയിൻ ചെയ്തു. തോമസ് സാർക്ക് ഇപ്പം അവിടെയാണ്.
ഷീസ് ഗെറ്റിംഗ് മാരീഡ് നെക്സ്റ്റ് മന്ത്. അവിടെ തോമസ് സാറൊക്കെ അതിന്റെ സന്തോഷത്തിലാണ്. ഓ, ഇത്ര പെട്ടെന്ന് കല്യാണമൊക്കെ ഫിക്സ് ചെയ്തോ? ആരെ ചേർക്കാൻ? അതവിടെ പോലെ താൻ തന്റെ ഒടുക്കത്തെ മെന്റലിസം വെച്ച് കണ്ടുപിടിച്ച പോലെ മായുടെ പ്രേതം അല്ല അവിടെ ഉള്ളത്. ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? ഡോൺ വരച്ച പെയിന്റിങ് വെച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അതാരാന്ന് കണ്ടുപിടിക്കണ്ടേ? നോക്കാം. ഷാബു ചേട്ടൻ റിസോർട്ടൊന്നും ഒന്ന് കണ്ടുവെക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എത്ര കാലത്തെ ഡ്രീമാണ് ഇത്. വിൽക്കുന്നതിനെ കുറിച്ച് ഇപ്പോൾ ആലോചിക്കണം. എന്താണിത്? ഇങ്ങനൊരു മിസ്സിംഗ് ഫോട്ടോ വെച്ച് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടാന്ന് അവൻ പറയുന്നു. എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിയാലോ? അല്ലെങ്കിൽ ഈ ജോൺ ഡോൺ ബോസ്കോനെ ഇനി അധികം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ബ്ലഡി ഫ്രോഡ്. നോൺസെൻസ്. അയാൾ ഏതോ ഫോട്ടോ കാണിച്ചെന്ന് വെച്ച് ഇനി അതിന്റെ പിന്നാലെ തൂങ്ങിയ വല്ല പോലീസ് കേസ് അവൻ അത് മതി. ദേ സൈബർ സെല്ലൊക്കെ ഇപ്പൊ ഭയങ്കര സ്ട്രോങ്ങാ. എടാ അല്ലെങ്കിൽ തന്നെ ഇതുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടാവാൻ? അല്ല ഞാൻ എന്ത് ചെയ്യാനാ? നീ അത് തന്നെ. വേണ്ട പ്രിയ, ഇത്രയും അൺഎത്തിക്കലായ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല. ഞാൻ സമ്മതിക്കില്ല. അന്നത്തേക്കിലോ മിണ്ടരുത് നീ. നീ ഒറ്റൊരുത്തനാണ് ഇതിനൊക്കെ കാരണം. മര്യാദക്ക് ജോലി ചെയ്ത് നടന്നുകൊണ്ടിരുന്ന എന്റെ ഡ്രീമാണോ ലക്കയുടെ മൂടാന്നും പറഞ്ഞ് ഇതിൽ കൊണ്ടുവന്ന് കാശലവാക്കിച്ചത് നീയല്ലേ? നീ ആ ടോപ്പിക് ഇവിടെ പ്രിയ. We did this together and we have to stand by this together. നിനക്കൊക്കെ അത് പറയാം. ദുബായി ചെന്ന് വാപ്പാനോട് സോറി പറഞ്ഞാൽ നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും. ഇവനും അങ്ങനെ തന്നെയല്ലേ? ഡിവോഴ്സ് കഴിഞ്ഞപ്പോ കോട്ടയത്ത് മാറിക്കാനുള്ള ഒരു എക്സ്ക്യൂസ് അതല്ലേ ഇവനിത്? എനിക്ക് അങ്ങനെയാണോ? 10-12 പട്ടിയെ പോലെ പണിയെടുത്തിട്ടാക്കി കാശല്ലേ ഇതിലിട്ടിരിക്കുന്നത്? ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ നിങ്ങളിതിൽ കൊണ്ട് പെടുത്തൂടാ. കുറെ വർഷത്തെ മടുപ്പെന്ന് പഴയ നമ്മുടെ കോളേജ് കാലത്തേക്ക് ഒരു യൂണിയൻ അതെല്ലായിടും ഞാൻ ആഗ്രഹിച്ചോളൂ. സോറിടാ. ഇത് വേണോടാ? ഇതല്ല നമ്മുടെ മുന്നിൽ വേറെ എന്താ ഓപ്ഷൻ ഉള്ളത്? വെള്ളം അടിച്ച് ഇതിനകത്ത് കയറില്ലെന്ന് നിന്നോട് പറഞ്ഞിട്ടില്ലടാ. സുപ്രീം കോടതി ജഡ്ജിയോ ഇതുപോലുള്ള റിസോർട്ടും പണിച്ച് കുറെ പട്ടാളച്ചിട്ട് എന്നെ പോലെയുള്ള പാവങ്ങളെ കൊണ്ട് അടിമപ്പണിയടിച്ച് സുഖിച്ച് ജീവിക്കണ പട്ടികളെ. നിനക്കൊക്കെ ഇവിടെ കുടിച്ച് കൂത്തോടെ എന്തോ പെണ്ണും മേടിക്കാം. പാവപ്പെട്ട ഞാൻ ചെയ്യുമ്പോഴാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അത് മായമുള്ള ഫോട്ടോ അല്ലെന്ന് ആ മനസ്സ് വായിക്കണ തെണ്ടിനോട് ഞാൻ പറഞ്ഞല്ലേ? നിന്നോടൊക്കെ ഞാൻ പറഞ്ഞല്ലേ? എന്നിട്ട് നീയൊക്കെ വിശ്വസിച്ചോ? ഇപ്പൊ എന്താടാ നീ ആരാണ് എന്തായി കാണിക്കുന്നത്? നീ ഒന്ന് അടങ്ങ്. അവിടെ കിടക്കട ശവം ബോധം വരുമ്പോഴേറ്റ് പോക്കോളൂ. വേണ്ട വേണ്ട നോക്കുമ്പോ തലേ കയറാൻ വന്നേ. ഞാനിത് പോസ്റ്റ് ചെയ്യാം. നീ എന്തേലും ചെയ്യും. അഡ്രസ് കൂടി വെക്കണോടാ. ഫോൺ നമ്പർ ഉണ്ടല്ലോ, അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കും. ഇത് അപ്ലോഡ് ആവുന്നില്ലല്ലോ. നെറ്റ് കണക്ഷൻ ഒന്നും കുഴപ്പമില്ലല്ലോ. നീ ഒന്നുകൂടെ ട്രൈ. എൻ്റെ ഇന്നേരത്തോട് കണ്ടു. നീ അത് അപ്ലോഡ് ചെയ്യും. ഇതിൽ ഫുൾ ചാർജ് ഉണ്ടായിരുന്നാണല്ലോ. എന്താ ഇഷ്യൂ? നിനക്കൊരു ഭാവമാറ്റം? ഇവനിത് എന്തിന്റെ ബാധ കയറിയതാ?
ഈ പള്ളി വിട്ടു പോവില്ല. നിങ്ങൾ ആദ്യം ഒന്ന് എഴുന്നേൽക്ക്. അച്ഛൻ ഞങ്ങളെ കൈവിടല്ലോ അച്ഛോ. എന്താടാ ഇതിന്റെയൊക്കെ അർത്ഥം? ഇതിലെന്താ മനസ്സിലാവാൻ ഇത്ര ബുദ്ധിമുട്ടച്ചോ? ഇവരെന്നെ പറഞ്ഞില്ലേ, 3 ചോദ്യങ്ങളാണ് അവരോട് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ, എന്തിന്, എന്ത് നേടി. അതിന് ഒരു ഉത്തരം പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. ഇയാളെ ഞാനിന്ന് കൊല്ലു വെച്ചു. കണ്ണി ചോറിട്ടോടത്ത് എനിക്ക്. സോറി, ഞങ്ങൾക്കറിയില്ല. സത്യമായിട്ട് ഞങ്ങൾക്കറിയില്ല. സഹായിക്കാൻ പറ്റുവാണെങ്കിൽ സഹായിക്കും. കാല് പിടിക്കാൻ. എന്നിട്ടെന്താ കാല് പിടിക്കാത്തെ? അവിടെ ഡയലോഗ് മാത്രമേ ഉള്ളൂ. എന്താടാ, എന്താ നിനക്ക് പറ്റിയത്? എനിക്കവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല ജോ. ഐ എം സോറി. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ, എനിക്കുണ്ടായിരുന്നത് ഇറ്റ് വാസ് എ ഗിഫ്റ്റ്. മേ ബി ഐ ഹാവ് ലോസ്റ്റ് ഇറ്റ്. അല്ലെങ്കിൽ ആ ശബ്ദം എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഐ ട്രൈഡ്, ബട്ട് ഐ എം സോറി. ഞാൻ പോട്ടെ ചോ. വിശ്വാസമില്ല അല്ല, ഞാനത് ഡിലീറ്റ് ചെയ്യാൻ പോവാ. ബൈ. നൈസ് മീറ്റിംഗ് യു. ഡോൺ ബോസ്, അമ്പും വില്ലും, മെന്റലിസം, മൈക്രോ എക്സ്പ്രഷൻ, തേങ്ങ കൊല മാങ്ങ തൊലി എന്തൊക്കെയായിരുന്നു. നിങ്ങളിത് എന്തൊരു ഇരിപ്പാ. പോയി കുളിച്ച് പ്രശ്നമാ നോക്ക്. കുളിച്ചിട്ടൊന്നും ഇനി ഒരു കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല അച്ചോ. സ്തുതിയുണ്ട് അച്ചോ. മേരി എന്താ രാവിലെ തന്നെ? ജോൺ ഇങ്ങോട്ടെങ്ങനെ വന്നായിരുന്നോ? ഇല്ലല്ലോ, ഇന്നലെ രാത്രി പോയതാണല്ലോ. അവനവിടെ എത്തിയില്ലേ? അല്ല, അവന്റെ ബാഗൊക്കെ അവിടെ ഉണ്ടോ നോക്കിയായിരുന്നു? വെറുതെ ഒരു സമാധാനത്തിന് വന്നാണ് അച്ചു. എനിക്കറിയാം അവൻ പോയി. ചെല്ലട്ടെ അച്ചു. പോയോ? എങ്ങോട്ട് പോയി? എനിക്കറിയോ.
ഇതിപ്പോ മൊത്തം എത്ര ഏക്കറാ? ഒരേക്കറിൽ നിന്നൊരു 2 സെന്റ് കുറയും. വലിയ അതുപോലെ കുറയൂട്ടാ. അല്ല ഫുൾ പ്രോപ്പർട്ടി സീ ഫേസിംഗ് ആണ്. സംഗതി ഇത് ലാഭത്തിലാണെങ്കിലും ഞങ്ങളുടെ ആർക്കെങ്കിലും ഒരാൾക്ക് ഇവിടെ ഫുൾ ടൈം നിൽക്കാനുള്ള സമയം വേണ്ടേ? അത് മാത്രമല്ല, ഇവൻ അമേരിക്കയിലേക്ക് അടുത്ത മാസം തിരിച്ചു പോകാനുള്ളതാണ്. അതെ. അമേരിക്കയിൽ എവിടെയാ? അമേരിക്കയിൽ ഷിക്കാഗോ. ചിക്കാഗോ. ഞാൻ പറഞ്ഞു. പൂൾ എവിടെയാ പറഞ്ഞേ? പൂൾ അവിടെ വരും. കർത്താവേ, എത്ര വേണേലും കളിച്ചോട്ടെ, വാങ്ങിച്ചാൽ മതിയായിരുന്നു. സംഭവം കൊള്ളാലോ. ഇൻഫിനിറ്റി പൂളാ. സാബുചേട്ടൻ ഒന്ന് ഇറങ്ങി കുളിച്ചു നോക്കി. ഇപ്പോളാ ആണേ, വേണേ ഞങ്ങളും കൂടാ. അവൻ കൂടും. വൈഫായിട്ട് ഒരു ദിവസം ഡീറ്റെയിൽ ആയിട്ട് വരാം. ഫിഷിംഗ് ബോട്ടൊക്കെ ഇപ്പൊ ഭയങ്കര തൊല്ലാന്നേ. പണിക്കാരെ കിട്ടാൻ തൊല്ല, വിറ്റിട്ട് വല്ല സെമിനാരി പോകും. മീൻ വിറ്റ കാശ് കിട്ടാൻ തൊല്ല, തൊല്ലോട് തൊത്തല്ല. പൈസ മാത്രം ഉണ്ടാക്കിയാൽ മതിയോ സാബു ചേട്ടാ? സാബു ചേട്ടന് വല്ലപ്പോഴും വന്ന് റിലാക്സ് ചെയ്യാൻ ഇത് കറക്റ്റ് പ്ലേസ് ആയിരിക്കും. കറക്റ്റ്. ചേട്ടന് മാത്രമല്ല, ചേച്ചിക്കും. പിന്നെ ഈ സാധാരണ റിസോർട്ടിലൊക്കെ പ്രേതബാധ ഉണ്ടെന്ന് പറയൂലോ, ഇത് അതൊന്നും ഇല്ലല്ലോ. സിംഗിൾ പേയ്മെന്റ് ആണെങ്കിൽ 5 രൂപ ഞാൻ നമ്പർ ഇറക്കിയല്ലേ. നമ്പർ ഇനി അയാൾ ഒരു വില പറഞ്ഞാൽ നമ്മൾ അതിൽ ഉറപ്പിക്കുന്നു. അതത്രേ ഉള്ളൂ. എന്തിനാണോ പിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഇനി ഈ കച്ചവടം കൊണ്ട് മുടക്കാനോ? നിങ്ങളുടെ ഒരു സഹായം ഞങ്ങൾക്ക് ഇനി ആവശ്യമില്ല, മനസ്സിലായോ? ഞങ്ങൾ ഇത് എങ്ങനെയെങ്കിലും വിറ്റിട്ട് എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോട്ടെ. അങ്ങനെ രക്ഷപ്പെടാൻ പറ്റിയ അത്ര നന്നായിരുന്നു. ഇറ്റ് ഹാപ്പൻഡ് ഹിയർ. ഇരിക്കേ. ഇതാ ഫോട്ടോയിൽ കണ്ടവളല്ലേ? ഇത് ഇവിടുത്തെ ബാത്റൂം അല്ലേ? ഡെന്നി, ഈ റൂമിൽ വെച്ചല്ലേ സുഹാനസിയുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചത്? അതെ. That's a trigger. എങ്ങനെ അറിയാം? കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഒക്കറൻസ് ഉണ്ടായിരുന്നോ? ഇല്ല, ഞങ്ങൾ അതിന്റെ ആശ്വാസത്തിലാ. ഉണ്ടാവില്ല. ബിക്കോസ് ഷി വാസ് വിത്ത് മീ. ഇപ്പൊ ഇവിടെ ഉണ്ടോ? കഴിഞ്ഞ കൊല്ലം ഏപ്രിൽ 2-നാണ് നാഷണൽ ലോ കോളേജിലെ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് അവരുടെ ടൂറിൻ്റെ ഭാഗമായി ഈ റിസോർട്ട് ബുക്ക് ചെയ്യുന്നത്. പക്ഷേ അന്ന് ഞങ്ങൾ ഈ റിസോർട്ട് മേടിച്ചിട്ടില്ലല്ലോ. അതറിയാം. ഇങ്ങനൊരു വീഡിയോ ഇവിടെ നിന്ന് ലീക്കാവുമ്പോൾ പ്രൈം സസ്പെക്ട് ഈ റിസോർട്ട് തന്നെയാണ്. ഓ, അപ്പൊ അതായിരുന്നല്ലേ അതന്നെ ഞങ്ങളോടുള്ള ദേഷ്യം. മായോട് ഞാൻ സംസാരിച്ചിരുന്നു. അന്ന് ഷീ വാസ് ഇൻ ചാർജ്. അവരുടെ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് ചതി ഉണ്ടാവില്ല. കേരളത്തിലെ ഹോട്ടലുകളിൽ ഇതുപോലത്തെ ഇൻസിഡൻസ് കൂടുതലായതുകൊണ്ട് അതിവിടെ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ അവൈലബിൾ പ്രിക്കോഷൻസും അവരെടുത്തിരുന്നു. പിന്നെ ആരാണിത് ചെയ്തത്? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്. ഈ വീഡിയോ ലീക്കായതിൻ്റെ 4-ാം ദിവസമാണ് ക്ലാര ഗേൾസ് ഹോസ്റ്റലിൽ വെച്ച് സൂയിസൈഡ് ചെയ്യുന്നത്. HIV പോസിറ്റീവോ? അയ്യേ, എയ്ഡ്സാ? അപ്പൊ ആള് പെസകായിരുന്നല്ലേ? അവൾ ജനിച്ചു വീണപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു പ്രിയ. അവളുടെ അച്ഛനും അമ്മയും അവൾക്ക് കൊടുത്ത സമ്മാനം. അത് അവളുടെ കുറ്റമല്ല. ഇത് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മുഖത്തുണ്ടായി ഈ അറപ്പുണ്ടല്ലോ, അത് വകവയ്ക്കാതെ അവൾ പഠിച്ചത്. ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ലോ കോളേജിലാണ് അവൾ അഡ്മിഷൻ നേടിയത്. സോറി. ക്ലാരയുടെ അസുഖത്തിൻ്റെ കാര്യം കോളേജിൽ ആർക്കും അറിയില്ലായിരുന്നു. അനാവശ്യമായിട്ടൊരു സ്റ്റിഗ്മ ഉണ്ടാവണ്ടെന്ന് കരുതി ജോയിനിങ് ടൈമിൽ പ്രിൻസിപ്പൾ തന്നെയാണ് അത് അവിടെ ഉപദേശിച്ചത്. പക്ഷെ ഇവിടെ ടൂർ വരുന്നതിന് 2 മാസം മുമ്പ് തന്നെ ഈ അസുഖത്തിൻ്റെ ന്യൂസ് ലീക്കായിരുന്നു. അത് വലിയ വാർത്തയായിരുന്നു.
ഒരു HIV സ്റ്റുഡൻറ്റിൻ്റെ കൂടെ പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒരു വിഭാഗം സ്റ്റുഡൻസ് സമരം ചെയ്തു. അത് വലിയ ഇഷ്യൂ ആയി. പിന്നെ കളക്ടറും മറ്റുമൊക്കെ ഇടപെട്ടിട്ടാണ് ക്ലാര വീണ്ടും കോളേജിൽ പോയി തുടങ്ങിയത്. അവൾ ഈ ടൂർ വന്നാൽ കൂടെ വരില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ടായിരുന്നു കോളേജിൽ. അവളവിടെ പഠിക്കുന്നതിനെ ശക്തമായി എതിർത്ത പാരൻസ് ഉണ്ടായിരുന്നു. എന്തിന്, ഈവൻ മാനേജ്മെൻറ്റിൽ നിന്ന് പോലും എതിർപ്പുണ്ടായിരുന്നു. സംശയിക്കാവുന്ന ഒരുപാട് പേർ അന്ന് ആ രാത്രിയിലൂടെ ഉണ്ടായിരുന്നു. അതാരായാലും ഹീസ് എ ബൗൺ ക്രിമിനൽ. HIV പേഷ്യൻറ്റിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് എന്ന് പറയുമ്പോൾ ക്യാരക്ടർ അസാസിനേഷൻ പൂർണ്ണമായല്ലോ. ക്ലാരയെ സംബന്ധിച്ച് അത് മാത്രമായിരുന്നില്ലല്ലോ റീസൺ. ഇതിനു മുമ്പത്തെ ഇഷ്യൂസ്, ഫ്രണ്ട്സിൻ്റെയും സൊസൈറ്റിയുടെയും ഒറ്റപ്പെടുത്തൽ. ഇനിയും ഫൈറ്റ് ചെയ്യുന്ന എന്തിനാണെന്ന് അവൾക്ക് തോന്നിക്കാണും. അവളുടെ വെറും ഒരു ജീവിതമായിരുന്നില്ല. She was special and she deserves the answers. Who? Why? What did they gain? ഞാൻ ഇതിന് സമ്മതിച്ചത് എന്തുകൊണ്ടാണെന്നറിയാവോ? എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ബോത്ത് ആസ് എൻ അഡ്വക്കേറ്റ് ആൻഡ് ആസ് എൻ അക്കാഡമിഷ്യൻ, ഒരാളുടെ മനസ്സിന് ഏറ്റവും ക്രൂരത ഉണ്ടാവുന്ന പ്രായമാണ് ടീനേജ്. ട്രൂ. മെച്യൂർഡായ ഒരു ഡിസിഷൻ എടുക്കാനുള്ള കൾച്ചറൽ ബാലൻസ് ഇല്ല. ആൻഡ് യുവർ ഇമോഷണൽ പ്രഷർ ഓവർറൈഡ്സ് യുവർ സെൻസസ്. ലോ ക്യാൻ ബി ഡിലേഡ് ബട്ട് നോട്ട് ഡിനൈഡ് എന്നല്ലേ ഞങ്ങളിവിടെ പഠിപ്പിക്കുന്നത് തന്നെ. അങ്ങനെ ഒരു ക്രിമിനൽ ഇവിടെ ഉണ്ടെങ്കിൽ ഹി വിൽ ബി ബിഗർ ത്രെറ്റ് ടു ദി സൊസൈറ്റി ആസ് എ ലോയർ. ഐ കൻ അലൗ ദാറ്റ്. അന്ന് റിസോർട്ടിലുണ്ടായിരുന്ന എല്ലാവരും നിങ്ങൾ പറഞ്ഞ പോലെ ലൈബ്രറിയിൽ അസംബ്ലി ചെയ്തിട്ടുണ്ട്. ഷാൽ വി മേക്ക് എ മൂവ്? ഈ വക തോന്നിയാസത്തിനൊക്കെ കോളേജ് കൂട്ടി നിൽക്കേണ്ട കാര്യമുണ്ടോ സർ? കോടതിക്കും പോലീസിനും ഒന്നും കണ്ടുപിടിക്കാൻ സാധിക്കാത്തത് ഇയാളുടെ മെന്റലിസം കൊണ്ട് കണ്ടുപിടിക്കുമെന്നാണ് സാർ പറഞ്ഞു വരുന്നത്. He has done it in the past. അതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തിൽ ഞാൻ തന്നെ വന്നത്. Shall we? Yep. മാഡത്തിന് ഈ സാറുമായിട്ട് ചെറിയൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നല്ലേ? അത് അദ്ദേഹത്തിന് എപ്പോഴും കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷെ മാഡത്തിനില്ല. ബിക്കോസ് യുവർ ഹസ്ബൻഡ് ഇസ് ഹിയർ നൗ. പോട്ടെ. ഇയാളിതെങ്ങനെ അറിഞ്ഞു? എനിക്കറിയാം. Hi, good morning, students. This is Akash Kurian, Commissioner of Police. Hi. And this is Mr. John, a mentalist. They will ask you some questions. Please cooperate. The place is all yours. You can proceed. താങ്ക് യു. ചെറിയൊരു കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരോടും വരാൻ പറഞ്ഞ. കഴിഞ്ഞ വർഷം നിങ്ങളുടെ കൂടെ പഠിച്ചൊരു ക്ലാരയെ എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമല്ലോ. ക്ലാര ആത്മഹത്യ ചെയ്യാനുള്ള ഉത്തരവാദി നിങ്ങളിൽ ഒരാളാണ്. ആ ആളിപ്പം എൻ്റെ മുന്നിലുണ്ട്. അപ്പം നമ്മളിവിടെ കൂടിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം അതാരാണെന്ന് കണ്ടുപിടിക്കുക, അയാളെ ശിക്ഷിക്കുക, ഹാപ്പി ആയിട്ട് ചായ കുടിച്ച് പിരിയുക. അത്രേ ഉള്ളൂ. Okay. Come. അപ്പം നമ്മളിവിടെ കൂടിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം അതാരാണെന്ന് കണ്ടുപിടിക്കുക, അയാളെ ശിക്ഷിക്കുക, ഹാപ്പി ആയിട്ട് ചായ കുടിച്ച് പിരിയുക. Shock. She can leave. Dukkam. He can also leave. Tensed. He should stay. പിടിച്ച്. No. Yes. Group all the selected ones. No. No. Yes. No. No. Yes. Yes. No. ഈ 8 പേര് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും പോവാം. ഇതിലൊരാളാണ്. Keep monitoring. Come. ഇവനായിരിക്കും. എങ്ങനെയാ പരിചയമുണ്ടോ? എനിക്ക് ചോദിച്ചൂടെ? യെസ്, HIV പോസിറ്റീവ് ഒരു പെൺകുട്ടി ഈ കോളേജിൽ പഠിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. സോ ക്ലാരയെ കോളേജിൽ നിന്ന് പുറത്താക്കണം എന്ന് പറഞ്ഞ പ്രൊട്ടസ്റ്റ് ഓർഗനൈസ് ചെയ്ത് ഞാൻ തന്നെയാണ്. സോ വാട്ട്? റോണിക്ക് ക്ലാരയെ കൊല്ലണമെന്ന് തോന്നിയിട്ടുണ്ടോ? എന്തിന്? ദിസ് ഇസ് നോൺസെൻസ്. താങ്ക് യു.
അമൃത, നീന ക്ലാരയുടെ കൂടെ താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അമൃത ധൈര്യത്തോടെ സമ്മതിച്ചു. വൈ? അച്ഛൻ പറഞ്ഞു, ഞാൻ സമ്മതിച്ചു. ഷീസ് മൈ ഡോട്ടർ. ഓ, ഒന്നെങ്കിൽ ജോൺ, അല്ലെങ്കിൽ കുറ്റവാളി, അതുമല്ലെങ്കിൽ പ്രേതം. ഒരു മരണം ഇനി അത് ഒഴിവാക്കാനാവില്ല. ജോണിനെങ്കിലും എനിക്ക് രക്ഷിച്ചെടുക്കണം. നീ അവിടെ മാറിക്കിടക്ക. നേരത്തെ സംസാരിച്ചപ്പോൾ സാർ ഒരു കാര്യം പറഞ്ഞില്ല. എന്താണ്? ക്ലാര പേഷ്യൻ്റ് ആണെന്ന് അറിയാമായിരുന്നത് സാറിന് മാത്രമായിരുന്നു. അതെ. പിന്നെ എങ്ങനെ ആ ന്യൂസ് കോളേജിൽ ലീക്കായി? ആരാ അത് ചെയ്തത്? സാർ അന്വേഷിച്ചല്ലേ? ഇറ്റ് വാസ് എ നോൺ ഫാക്ട്. ക്ലാരയുടെ കുട്ടിക്കാലത്തെ ഓർഫനേജ് പിക്ചേഴ്സ്, അതൊക്കെ ഇവിടെ വലിയ ന്യൂസ് ആയിരുന്നല്ലോ. എനിബഡി കുഡ് ഹാവ് ഡൺ ഇറ്റ്. യു ആർ ലൈയിങ്. What nonsense! Stop this mockery. ഞാൻ പറഞ്ഞല്ലോ സർ, ദിസ് ഇസ് ഒഫീഷ്യൽ. യു വിൽ ഹാവ് ടു ആൻസർ ഇറ്റ്. ടെൻസ്ഡ് അല്ല, ഗിൽറ്റ്, കൺഫ്യൂസ്ഡ്. സാറിനറിയാം ആരാ ന്യൂസ് പുറത്തുവിട്ടേന്ന്. സാറാണ്. But why? You had a physical attraction and she refused. No. പിന്നെന്തിന് സാർ ആ ന്യൂസ് ലീക്ക് ചെയ്യണം? You loved her like your daughter. Daughter. അമൃത. Please, put her out of this. പക്ഷെ മോൾക്ക് വേണ്ടി സാർ എന്തിന് ക്ലാരയുടെ കരിയർ നശിപ്പിക്കണം? നോ റൊമാൻറ്റിക് ആംഗിൾ, നോ സെക്ഷൽ ഡിസൈർസ്, അക്കാഡമിക് ഇഷ്യൂസ്. അക്കാഡമിക്സ് അതിലെന്തായിരിക്കും? ക്ലാര അമൃതയേക്കാൾ പഠിക്കാൻ പഠിക്കുകയായിരുന്നു. സാർ മകൾക്ക് വേണ്ടി ആഗ്രഹിച്ചതെന്തോ അത് ക്ലാര നേടി. How dare you? എന്റെ പപ്പ ആരാന്നോടോ തന്റെ വിചാരം? തന്റെ പപ്പ ആരാ? You sit there. Sit. You have no right to talk to him like this. You just don't have any right. You sit there, please. Please tell him to watch his words, sir. Yeah. Wait. Come. Look at me. അച്ഛൻ പറഞ്ഞ് ക്ലാരയുടെ അസുഖത്തിൻ്റെ കാര്യം അമൃതയ്ക്ക് അറിയായിരുന്നു. നിങ്ങളുടെ കോളേജിലെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഒരു ഫേക്ക് ഐ ഡിയിൽ നിന്നാണ് ആ വാർത്ത പോസ്റ്റ് ചെയ്തിരുന്നത്. എന്തിനാ അമൃത അത് ചെയ്തത്? ഞാനല്ല അത് ചെയ്തത്. You are lying, Amrita. But why? അച്ഛൻ പറഞ്ഞു, ഞാൻ സമ്മതിച്ചു. എന്റെ പപ്പ ആരാന്നോടോ തന്റെ വിചാരം? അമൃത ആരെങ്കിലും പ്രേമിച്ചിരുന്നു സർ? No, not to my knowledge. അമൃതയ്ക്ക് ഒരിക്കലും വേറൊരു പുരുഷനെ ഇഷ്ടപ്പെടാൻ കഴിയില്ല. Because she has not seen a better man than her father. ചെറുപ്പം മുതൽ അമൃത കണ്ടു വളർന്നത് ഏറ്റവും സക്സസ്ഫുള്ളായ തൻ്റെ അച്ഛനെയാണ്. പേഴ്സണലി, പ്രൊഫഷണലി, ഫിസിക്കലി ദ മോസ്റ്റ് പെർഫെക്റ്റ് മാൻ. ഫാദർ ഫിക്സേഷൻ. അതാരാ? നിന്റെ അമ്മാവൻ. എടാ, സ്വന്തം അച്ഛൻ തന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റൊരാളെ സ്നേഹിക്കുന്നു എന്നൊരു തോന്നൽ. ഈ കോളേജിലെ ഏതൊരു സ്റ്റുഡൻറ്റിൻ്റെയും ഏറ്റവും വലിയ ഡ്രീമാണ് ബോറൻ ഫെലോഷിപ്പ്. As the only Malayali lawyer who has won this before, I am privileged to pass this honor to my favorite student, Clara. God bless you.
ക്ലാരയ്ക്ക് ആ സ്കോളർഷിപ്പ് കിട്ടിയതിനേക്കാൾ അധികം അമൃതയെ വേദനിപ്പിച്ചത് അച്ഛൻ അന്ന് ആ സ്റ്റേജിൽ വെച്ച് അവളെ അത്രയധികം അപ്രീഷിയേറ്റ് ചെയ്തതാണ്. അമർ റൈറ്റ് അമൃത? Tell me. ഷീ ഡിഡ് ഇറ്റ്. ക്ലാരയുടെ HIV ന്യൂസ് പോസ്റ്റ് ചെയ്തത് ഇവളാണ്. അവളുടെ പ്രായത്തിൻ്റെ ഒരു മിസ്റ്റേക്ക്. അതിന് അവളുടെ ഫ്യൂച്ചർ നിങ്ങൾ സ്പോയിൽ ചെയ്യരുത്. ഡോണ്ട് ഹൈഡ് ഇറ്റ് മോളു. Tell me. അച്ഛൻ പറഞ്ഞ വിവരങ്ങളൊക്കെ അറിഞ്ഞ് ആദ്യം ക്ലാരയെ പരിചയപ്പെടുമ്പോൾ എനിക്ക് സിമ്പതിയായിരുന്നു. പക്ഷെ പെട്ടെന്ന് അവള് പോപ്പുലറായി, എലക്ഷൻ വിൻ ചെയ്തു, ക്ലാസ് ടോപ്പറായി. അമൃതയോടുള്ള അച്ഛൻ്റെ സ്നേഹം ക്ലാരയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് അമൃത സംശയിച്ചു. And that hurt you most. ക്ലാരയുടെ അസുഖത്തിന്റെ ന്യൂസ് ലീക്ക് ചെയ്തോ അവള് കോളേജിൽ നിന്ന് എക്സ്പെൽ ആവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുവഴി അമൃത ആഗ്രഹിച്ചിരുന്ന സ്കോളർഷിപ്പ്, അച്ഛൻ്റെ അറ്റൻഷൻ എല്ലാം തിരിച്ചു വരുമെന്നല്ലേ? അമൃതയാണിത് ചെയ്തതെന്ന് അറിഞ്ഞിട്ടും സാർ ഒന്നും ചെയ്തില്ലേ? അതിന് പ്രായശ്ചിത്തമായി നീന ആ റൂം വെക്കറ്റ് ചെയ്തപ്പോ ഇവൾ ക്ലാരയുടെ റൂംമേറ്റ് അവൻ തയ്യാറായി. That was it. അമൃതയുടെ പ്രശ്നങ്ങൾ പക്ഷെ അതുകൊണ്ടും തീർന്നില്ലല്ലോ. HIV ഇഷ്യൂവിൽ കളക്ടർ അടക്കം ഇടപെട്ട് ഒരു വലിയ സോഷ്യൽ മൂവ്മെന്റ് ഉണ്ടായി. ക്ലാര ഈ കോളേജിൽ തന്നെ തുടർന്ന് പഠിച്ചു. അമൃതയാണെങ്കിൽ വീട്ടിൽ നിന്നും പുറത്തായി. ഗുഡ് ഇനഫ് റീസൺസ് അല്ലേ അമൃത? ദിസ് ഈസ് ദ ലിമിറ്റ്. ക്ലാരയുടെ മരണമായിട്ടോ അതിലേക്ക് ലീഡ് ചെയ്യുന്ന വീഡിയോ ക്ലിപ്പായിട്ടോ ഇവൾക്കൊരു ബന്ധവുമില്ല. അന്ന് ടൂറ് പോയപ്പോൾ റിസോർട്ടിലും ക്ലാരയുടെ റൂംമേറ്റ് അമൃത തന്നെ ആയിരിക്കുമല്ലോ ഒബ്വിയസ്ലി. സോ വാട്ട്? നോ, ഐ ആം ജസ്റ്റ് തിങ്കിങ്. അമൃത, അന്ന് റിസോർട്ടിൽ എത്തിയതിന് ശേഷമുള്ള കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഒന്ന് പറയാം. I don't remember. ഒരു വർഷം മുമ്പത്തെ കാര്യല്ലേ? ക്ലാരയ്ക്ക് ശേഷം ബൊറൈൻ ഫെലോഷിപ്പ് കിട്ടിയ കുട്ടിയല്ലേ അമൃത? മെമ്മറി അത്ര വീക്കാവില്ലല്ലോ. ഓർമ്മയുള്ളത് പറഞ്ഞാൽ മതി. അന്നുച്ചയ്ക്ക് ഞങ്ങൾ റിസോർട്ടിൽ പോയി ചെക്ക് ഇൻ ചെയ്തു, ഫ്രഷനപ്പായി, ലഞ്ച് കഴിച്ചു, ഔട്ടിങ്ങിന് പോയി തിരിച്ചു വന്നു. പിന്നെ ഈവനിങ്ങിൽ വി ഹാഡ് എ ഗെറ്റ് ടുഗെദർ വിത്ത് എ ക്യാമ്പ് ഫയർ. ക്യാമ്പ് ഫയറിനിടയിൽ എന്തിനാ അമൃത റൂമിൽ പോയത്? ആര് പറഞ്ഞു? Come on, sir. This is harassment. So we are coming to an end. ക്യാമ്പ് ഫയറിനിടയിൽ അമൃത റൂമിൽ പോയി ചെയ്ത കാര്യങ്ങൾ ഓരോന്നോരോന്നായി പറയാമോ? എൻ്റെ മൊബൈലിലെ ചാർജ് തീർന്നിരുന്നു. റൂമിൽ കയറി അത് പ്ലഗ് ഇൻ ചെയ്തു. കുറച്ചു നേരം TV കണ്ടു. സിൻസ് ഐ വാണ്ടഡ് ദ മൊബൈൽ ടു ബി ചാർജ്ഡ് ബിഫോർ ഐ വെന്റ് ബാക്ക്. തിങ്ക് ഐ ഓൾസോ ടുക്ക് എ ബാത്ത്. ഡ്രസ് ചേഞ്ച് ചെയ്തു. നല്ല തലവേദന. ജോയിൻ ബാക്ക് ടു ദ ക്യാമ്പ് ഫയർ. ഞാൻ കുളിച്ച് കിടക്കട്ടെ. മെഡിസിൻ വല്ലതും വേണോ? ഒന്ന് ഉറങ്ങിയാ ശരിയോ? നീ ചെല്ല്. നൈസ് വാച്ച്. പപ്പയുടെ ഗിഫ്റ്റാണോ? ഓക്കെ അമൃത, ഇപ്പം പറഞ്ഞത് തന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ? റിവേഴ്സ് ഓർഡറിൽ പറഞ്ഞാൽ മതി. അവസാനം ചെയ്ത കാര്യങ്ങൾ ആദ്യം. എന്ത് റിവേഴ്സ് ഓർഡർ? ഇയാൾക്ക് പ്രാന്താണ്. ഇത് ഫുള്ള് ലാഗടിപ്പിച്ച് കൊല്ലു ഇയാള്.
Lock the room. പിന്നെ TV കണ്ടു. കുളിക്കാൻ പോയി. പിന്നെ അമൃതയ്ക്കൊരു കാര്യം അറിയോ? നുണ. അത് നമുക്കൊരിക്കലും റിവേഴ്സ് ഓർഡറിൽ കറക്റ്റായി റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ അമൃതയുടെ വാച്ചിന്റെ ഭംഗിയല്ല നോക്കിയത്. ഐ വാസ് ചെക്കിംഗ് ഹർ പൾസ്. ഇറ്റ് വാസ് നോട്ട് നോർമൽ. യു ആർ ലൈങ് അമൃത. ഇനി നമുക്ക് സത്യം പറയാം. എന്താ അന്ന് ആ റൂമിൽ സംഭവിച്ചത്? തലവേദന. ഞാൻ കുളിച്ചു കിടക്കട്ടെ. ഞാൻ പുറത്തുണ്ടാവും. ഇതിപ്പോ കോളേജിൽ എല്ലാരും കണ്ടിട്ടുണ്ടാവുമല്ലേ? It's not your fault. എന്റെ മാത്രം തെറ്റാ ഇത്രയും കാലം ജീവിച്ചത്, ആവശ്യമില്ലാത്തതൊക്കെ ആഗ്രഹിച്ചത്. എന്റെ ഈ ശരീരത്തിനോട് തന്നെ അറുപ്പ് തോന്നുന്നു ഇപ്പോ. I'm sorry. I'm sorry. I wanted you back, Papa. I wanted only that. I did it. I'm sorry. Sorry. I resign from this institution. She will face the law. You can take her. അമൃത ഇല്ലാതാക്കിയത് ക്ലാരയെ മാത്രമല്ല, ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആകാമായിരുന്ന ഒരു വലിയ സ്വപ്നത്തെ കൂടിയാണ്. And what did you gain? You have just lost everything which you felt you gained. അമൃതയ്ക്ക് അവളെ കാണണം. ക്ലാര എവിടെ ഉണ്ട്?
Hold my hand. And you can see her. Papi, vamos a la rumba. നീ ശ്രദ്ധിച്ചോ, ഇയാള് ചെയ്യുന്ന സ്റ്റെപ്പ് ഒന്നും ശരിയല്ല. ഇതെന്താ തവളച്ചാട്ടോ? ഇയാൾക്കിനി പോയിക്കൂടെ? പ്രേതത്തിനെയൊക്കെ പിടിച്ചു കഴിഞ്ഞു. അല്ല പിന്നെ സേതുരാമയ്യർ CBI മണിച്ചിത്രത്താഴൊന്നും ഇയാൾ കണ്ടിട്ടില്ലേ? പ്രശ്നം തീർത്തു കഴിഞ്ഞാൽ കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞ് വീട്ടിൽ പോയാൽ പോരെ. ഇതിങ്ങനെ കിടക്കാണ് ശല്യം. അതിൻ്റെ കൂടെ നിന്ന് തുള്ളാനാ പൊട്ടകൻ. Come on friends, let's take a break now. നിങ്ങളുടെ ഒരു ഫോട്ടോ എടുത്ത് തരാമോ? മൊബൈലിലോ? അയ്യോ, ഞങ്ങൾ ഇവിടെ മൊബൈലിൽ ഫോട്ടോ എടുക്കാറില്ല. പണ്ട് എടുക്കുമായിരുന്നു, ഇപ്പൊ എന്താണെന്നറിയില്ല, ഇഷ്ടമല്ല. Take one. Now guess the card in my hand. Okay. Touch my body. Wherever you like. തിണ്ടി ചത്താലും ഈ മെന്റലിസം പഠിച്ചിട്ട് എന്നെ ബാക്കി കാര്യം. Okay. Oh my God. എക്സ്ക്യൂസ് മീ, എങ്കിൽ ഞാൻ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ച് തുടരട്ടെ. മനസ്സിൽ വിചാരിക്കണം. വിചാരിച്ചു. Okay. പോടാ പട്ടീന്ന്. ഇതാ നീ ഉദ്ദേശിച്ചത്? തമാശ